ഹരേ കൃഷ്ണ. ഭാഗവത തത്വങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. എല്ലാ ദിവസവും നമ്മൾ ശ്രീമദ് ഭാഗവത്തിലെ തത്വങ്ങൾ ചർച്ച ചെയ്യുകയാണ്. ഭാഗവത തത്വങ്ങളിലൂടെ നമ്മൾ പഠിക്കുന്നത് ഒരുപാട് അമൂല്യമായിട്ടുള്ള കാര്യങ്ങളാണ്. വ്യാസമഹർഷി പല പല ഗ്രന്ഥങ്ങളും എഴുതിയതിനു ശേഷം അവസാനം എഴുതിയ ഗ്രന്ഥമാണ് ശ്രീമദ് ഭാഗവതം. ഇത്രയും അമൂല്യമായിട്ടുള്ളൊരു ഗ്രന്ഥം വേറെ ഈ ലോകത്ത് ഇല്ല. ശ്രീല പ്രഭുപാദിയുടെ കാരുണ്യത്താൽ ആ ശ്രീമദ് ഭാഗവതം ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ വളരെ ലളിതമായിട്ട് അദ്ദേഹം തർജ്ജമ ചെയ്തു. ആ ശ്രീമദ് ഭാഗവതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ സത്സംഗം എടുക്കുന്നത്. കഴിഞ്ഞ ഏകദേശം ഇതിപ്പോൾ 5ാമത്തെ വർഷമാണ് നമ്മുടെ സത്സംഗത്തിൻ്റെ. ഗുരുവായൂരപ്പൻ്റെ കാരുണ്യത്താൽ ഈ 5 വർഷമായിട്ടും അതേ ശ്രീമദ് ഭാഗവതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. 1ാം സ്കന്ധം മുതൽ നമ്മൾ പല പ്രാവശ്യം ആരംഭിച്ചു. 5ാമത്തെ സ്കന്ധം വരെയാണ് നമ്മൾ മാക്സിമം എത്തിയിട്ടുള്ളത്. പക്ഷേ ശ്രീമദ് ഭാഗവത സപ്താഹത്തിലൂടെ നമ്മൾ അത് ഏകദേശം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഫെസ്റ്റിവൽസ് ഒക്കെ വരുമ്പോൾ ആ ഫെസ്റ്റിവൽസെ ബേസ് ചെയ്ത് ആ സ്കന്ധങ്ങൾ എടുത്ത് അങ്ങനെ ഏകദേശം നമ്മൾ ഇവിടുന്ന് തൊട്ട് ഭാഗവതം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഫ്ലോ ആയിട്ട് നമ്മൾ ഇതുവരെയും കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ 5ാമത്തെ സ്കന്ധം ഭാഗവത കോസ്മോളജി കുറച്ചും കൂടെ ഡീപ്പായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അതിനൊരു ടൈം കിട്ടിയിട്ടില്ല. പക്ഷെ എന്തായാലും അതിനെല്ലാം കൂടിയായിരിക്കാം ഇപ്രാവശ്യം നമ്മളിങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എല്ലാ ദിവസവും 1 മണിക്കൂർ. അതുകൊണ്ടാണ് കീർത്തനം പോലും നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നത്. കീർത്തനം ഏറ്റവും പ്രധാനമാണ്. ഇവിടെ കലിയുഗത്തിലെ ഏറ്റവും വലിയ ധർമ്മം ഹരിനാമ സങ്കീർത്തനമാണ്. അന്നേരം ആ സങ്കീർത്തനത്തിൻ്റെ മഹാത്മ്യമാണ് നമ്മൾ ഈ 1 മണിക്കൂറിലെ ഭാഗവത തത്വങ്ങളിലൂടെ നമ്മൾ പഠിക്കുന്നത്. അതായത് നന്നായി ഗീതയും ഭാഗവതവും മനസ്സിലാക്കിയ വ്യക്തിയുടെ ലക്ഷണം എന്താ? അവർ എപ്പോഴും ഭഗവാന്റെ തിരുനാമം ജപിക്കുകയും സങ്കീർത്തനത്തിൽ പങ്കെടുത്തുകൊണ്ടേയിരിക്കും. വേറൊന്നും ചെയ്യത്തില്ല എന്നർത്ഥം മടി പിടിച്ചിരിക്കുക എന്നാണോ? അല്ല, ഇതാണ് ഏറ്റവും ഉന്നതമായിട്ടുള്ള കാര്യം. ഇതിനപ്പുറം ഒന്നും ചെയ്യാനില്ല. കാരണം നമ്മൾ എന്തൊക്കെ ചെയ്താലും നമ്മൾ അത് ഇവിടുന്ന് ഉപേക്ഷിച്ചിട്ട് പോകണം എന്നൊരു സത്യം നമ്മൾ മറന്നു പോകരുത്. അല്ലേ? പരമാർത്ഥം അതാണ്. അതുകൂടാതെ നമുക്കെല്ലാം ലഭിച്ചിരിക്കുന്നത് ഈ പ്രപഞ്ചത്തിൽ നിന്നും, അതെല്ലാം ഈശ്വരനിൽ നിന്നാണ് ലഭിച്ചിരിക്കുന്നത്. അതായത് നമുക്ക് ഒരു കൃതജ്ഞതയുണ്ട്. നമുക്ക് ലഭിച്ച ആ കാര്യങ്ങളോട് നമുക്കൊരു തിരിച്ചൊരു ഭഗവാനോടൊരു നന്ദി പറയേണ്ടതായിട്ടുണ്ട്. ആ നന്ദി നമ്മൾ രേഖപ്പെടുത്തുന്നത് നാമജപത്തിലൂടെയും സങ്കീർത്തനത്തിലൂടെയാണ്. കലിയുഗധർമ്മം നാമസങ്കീർത്തനമാണ്. മറ്റു യുഗങ്ങളിൽ ധ്യാനം, യജ്ഞം, വിഗ്രഹാരാധനയൊക്കെയായിരുന്നു. പക്ഷെ കലിയുഗത്തിൽ നമ്മൾ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യം ഹരിനാമ സങ്കീർത്തനമാണ്. അതാണ് നമ്മൾ കൂടുതൽ ചെയ്യേണ്ടത്. അന്നേരം നമ്മൾ ഈ ഭാഗവത തത്വങ്ങളിലൂടെ നമ്മളത് പഠിക്കുകയാണ്. സങ്കീർത്തനത്തിൻ്റെ മഹാത്മ്യം എന്താണ്, നാമജപത്തിൻ്റെ മഹാത്മ്യം എന്താണ് എന്ന് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തിയെടുക്കുക. അതായത് നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസമെങ്കിലും നമുക്ക് പൂർണ്ണമായിട്ടും നമ്മുടെ ഈ ഒരു ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ദിവസം മുതൽ നമ്മൾ പൂർണ്ണമായിട്ടും ഭഗവാന്റെ സേവനത്തിൽ വ്യാപൃതനാകാനുള്ള അവസരം നമുക്ക് ലഭിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക, ഉള്ളിൽ കൊതിച്ചുകൊണ്ടിരിക്കുക. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. ഇപ്പോൾ നമ്മൾ വ്യവഹാര ലോകത്തിൽ പലതിലും പെട്ടുകിടക്കുകയാണ്. അതെല്ലാം ഉത്തരവാദിത്തമാണോ എന്ന് ചോദിച്ചാൽ ആണ്, അല്ലേ എന്ന് ചോദിച്ചാൽ അല്ല. കാരണം എന്താ, എന്തൊക്കെ ചെയ്താലും ഇനിയും ബാക്കി നിൽക്കും കാര്യങ്ങൾ ചെയ്യാനായിട്ട്, അല്ലേ? അതാണ് വാസ്തവികമായിട്ടുള്ളൊരു കാര്യം. നമ്മൾ ഈ ശരീരത്തെ തന്നെ എത്രത്തോളം കെയർ ചെയ്താലും ഈ ശരീരം ഒരു ദിവസം പൂർണ്ണമായിട്ടും പ്രവർത്തനരഹിതമാകേണ്ടത് തന്നെയാണ്, ആയിരിക്കും എന്നുള്ളതാണ്. നമ്മുടെ എത്ര ഉന്നത സ്ഥാനത്തിൽ നമ്മൾ പ്രവർത്തിച്ചാലും അതെല്ലാം ഒരു ദിവസം നമുക്ക് ഉപേക്ഷിക്കേണ്ടി വരും. ഒന്ന് ആലോചിച്ചു, എത്രയോ വലിയ വലിയ ചക്രവർത്തിമാരൊക്കെ, ഈ ലോകം ഭരിച്ചിരുന്ന ആൾക്കാരൊക്കെ, അവരൊക്കെ എവിടെയാണ് ഇപ്പോൾ? അല്ലേ? അവരെല്ലാം മണ്ണിൻ്റെ അടിയിൽ പോയി, അല്ലെങ്കിൽ ചാരമായി മാറി. അവർ ഉണ്ടാക്കിയ സാമ്രാജ്യം എല്ലാം ആരൊക്കെയോ കൊണ്ടുപോയി. അല്ലെങ്കിൽ അവർ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ കൊട്ടാരങ്ങളൊക്കെ ഇപ്പോൾ എലികൾക്കും പട്ടികൾക്കും വാസസ്ഥലമായിട്ട് മാറിയിരിക്കുകയാണ്. ഹരേ കൃഷ്ണ. ഇതാണ് ഹാർഷ് റിയാലിറ്റി ലോകത്തിൻ്റെ. അതുകൊണ്ട് നമ്മൾ എന്തിനു വേണ്ടി നമ്മുടെ സമയം എന്നും ചെലവഴിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. നമ്മളൊരിക്കലും നിസ്സാരമായിട്ട് കാണരുത്. നമ്മുടെ ജീവിതം വെച്ച് നമ്മൾ കളിക്കരുത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ഹരേ കൃഷ്ണ. ഇവിടെ ഞാനിപ്പോൾ വടക്കാഞ്ചേരിയിലാണ്. ഇവിടെ ഒരു ഭക്തൻ്റെ വീട്ടിലാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ നമ്മുടെ ട്രസ്റ്റിൻ്റെ കുറച്ച് പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
നമ്മളും കുട്ടികളും ഇവിടെ കുറച്ച് ദിവസങ്ങളായിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഗുരുവായൂരിലേക്ക് തിരിക്കുന്നതായിരിക്കും. ഇന്നോ നാളെ ഇന്ന് വൈകിട്ട് ഇവിടെ അടുത്ത് തന്നെ ഒരു അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലൊരു സത്സംഗമുണ്ട്. അന്നേരം അവിടെ പോയതിനു ശേഷം നാളെ ഇവിടെ നിന്ന് തിരിക്കുന്നതായിരിക്കും, ഗുരുവായൂരിലേക്ക് മടങ്ങുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. എല്ലാവരും പറ്റുമ്പോഴൊക്കെ ആശ്രമത്തിൽ വരിക, ഭഗവാന്റെ സേവനം ചെയ്യുക. രാധാമതൻ ഗോപാൽജിയുടെ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികി. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓം അജ്ഞാനതിമിരന്ധസ്യ ജ്ഞാനാഞ്ജനശലാഖായ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപഗദാമഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോം ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സകലരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനാസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സകലലളിതാ ശ്രീവിശാഖാന്വിതംശ്ച. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാകസ്വാമിനിതി നാമിനേ. നമാചാര്യപാദായ നിതായ കൃപപ്രദായിനി ഗൗരകഥാദാമദായ നഗരഗ്രാമതാരിണി. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്തസ്വാമിനിതി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിസിദ്ധാന്ത സരസ്വതീതി നാമിനേ. ശ്രീവാസവാനവീ ദേവി ദൈതായി കൃപാബ്ദയേ കൃഷ്ണസംബന്ധ വിജ്ഞാനാദായിനി പ്രഭവേ നമഃ. മാധുര്യോജ്വല പ്രേമാഢ്യ ശ്രീരൂപാനുഗഭക്തിദ ശ്രീഗൗരകരുണാശക്തി വിഗ്രഹായ നമോസ്തുതേ. നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തേ ദീനതാരിണേ രൂപാനുഗവിരുദ്ധസിദ്ധാന്തദ്വന്ദ്വഹാരിണേ. നമോ ഗൗരകിശോരായ സാക്ഷാത് വൈരാഗ്യം പൂർത്തയേ വിപ്രലംബരസാംബോധേ പാദാംബുജായിതേ നമഃ. നമോ ഭക്തിവിനോദായ സച്ചിദാനന്ദനാമിനേ ഗൗരശക്തിസ്വരൂപായ രൂപാനുഗവരായതേ ഗൗരാവിർഭാവഭൂമേസ്തം നിർദ്ദിഷ്ട സജ്ജനപ്രിയ വൈഷ്ണവ സർവഭൗമ ശ്രീജഗന്നാഥായ തേ നമഃ. നമോ മഹാവദന്യായ കൃഷ്ണപ്രേമപ്രദായതേ കൃഷ്ണായ കൃഷ്ണചൈതന്യ നാമിനേ ഗൗരദ്വിഷേ നമഃ. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തികം. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. ജയതാം സുരദോ പങ്കോ പ്രമുമന്ദമതേർഗതി മത്സർവസ്യ പാദാംബുജോ രാധാമദനമോഹനോ. ദിവ്യവൃന്ദാരണ്യകൽപദ്രുമദ ശ്രീമദ് രത്നാകാര സിംഹാസനസ്ഥോ ശ്രീമദ് രാധാ ശീലഗോവിന്ദദേവോ പ്രേഷ്ഠാലഭി സേവ്യമാനോ സ്മര. ശ്രീമണ്ഡാസരസാരംഭീ വംശീവരത്തരസ്ഥിത കർഷൻവേണുസ്മരേർഗോപിർഗോപിനാഥശ്രീസ്തുത. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസവി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ രാം രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ രാം രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ രാം രാമ ഹരേ ഹരേ. മൂകം കരോതി വാചാലം ഭംഗും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യമീശ്വരം. ഹരി ഓം തത്സത്. നമുക്ക് ചർച്ച ആരംഭിക്കാം.
ഹരേ കൃഷ്ണ. നമ്മൾ എല്ലാ ദിവസവും രാവിലെ ചർച്ച ചെയ്യുകയാണല്ലോ ശ്രീമദ് ഭാഗവതം. അതേപോലെ വൈകുന്നേരത്ത് നമുക്ക് ചർച്ച ചെയ്താലോ? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുടങ്ങും, പിന്നെ യാത്രയുടെ ഇടയിൽ വിട്ടുപോവുകയാണ്. വൈകിട്ട് 6 മണി മുതൽ 7 മണി വരെ നല്ല ടൈമാണോ? നല്ല സന്ധ്യാസമയം ഭഗവാനെക്കുറിച്ച് ചർച്ച ചെയ്യാം. എന്ത് പറയുന്നു? നിങ്ങളുടെ അഭിപ്രായം എന്താ? വൈകിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ഗ്രന്ഥം എടുക്കണം. എന്തായിരിക്കും നിങ്ങളുടെ അഭിപ്രായം? വൈകുന്നേരത്തും ഇതേപോലെ ജസ്റ്റ് 1 hour, 1 മണിക്കൂർ മാത്രം. രാവിലെ 6 to 7, അതേപോലെ വൈകിട്ടും 6 to 7. എന്ത് പറയുന്നു? രാവിലത്തെ സന്ധ്യ, വൈകിട്ടത്തെ സന്ധ്യ. നിങ്ങൾ കമൻസിലിടും. യെസ്, ഡെഫിനറ്റ്ലി വി വോണ്ട് ഇറ്റ്. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ ഉത്സാഹമാണ് എൻ്റെ ഇൻസ്പിറേഷൻ. ഓക്കെ, നമുക്ക് എന്തെടുക്കാം? ഓപ്ഷൻസ് ധാരാളമുണ്ട്. നാരായണീയം, മഹാഭാരതം, എന്നാണ് ഭഗവത്ഗീത. നമ്മൾ ഗീതാ ചക്രയുഗത്തിൽ എടുത്തു, വീണ്ടും എടുക്കണമെന്നുണ്ട്. രാവിലെ മതി, വൈകിട്ട് വിളക്ക് വയ്ക്കൽ താമസിച്ചുകൊണ്ട്. ചൈതന്യ ചരിതാമൃതം, യെസ്, വെരി ഗുഡ്. വൈകിട്ട് നമുക്ക് എന്ത് ചർച്ച ചെയ്യാം? മഹാഭാരതം നമുക്ക് ചർച്ച ചെയ്യാം. കാരണം മഹാഭാരതം നമ്മൾ പാണ്ഡവരെ അവരുടെ രാജ്യത്തിൽ നിന്ന് പുറത്താക്കിയത് വരെയാണ് നമ്മൾ ചർച്ച ചെയ്തത്. അതിനുശേഷവും ചർച്ച ചെയ്തില്ല. പാണ്ഡവര് ആ വിഷമിച്ച് ദുഃഖിച്ചിരിക്കുന്ന ആ ഒരു അവസ്ഥ വരെയാണ് നമ്മൾ ചർച്ച ചെയ്തത്. അതിനുശേഷം ഒന്നും ചർച്ച ചെയ്തിട്ടില്ല. അതുകൊണ്ട് പാണ്ഡവർക്ക് അവരുടെ അധികാരമെല്ലാം നഷ്ടപ്പെട്ട് ദുഃഖിച്ച് അവർ കൊട്ടാരം വിട്ട് പോകുന്നത് വരെയാണ് നമ്മൾ ചർച്ച ചെയ്തത്. അവിടെ നിന്ന് തന്നെ നമുക്ക് ആരംഭിച്ചാലോ? എന്ത് പറയുന്നു? എവിടെ നിന്ന് നിർത്തിയോ അവിടെ നിന്ന് തുടങ്ങാം അല്ലേ? അതോ ആദ്യം മുതൽ വേണോ? ആദ്യം മുതൽ കുറേ ദുഃഖങ്ങൾ വീണ്ടും വീണ്ടും പഠിക്കണം. വേണമെങ്കിൽ തുടങ്ങാം, ആദ്യം മുതൽ മഹാഭാരതം തുടങ്ങാം. നിങ്ങൾ പറയാം, ആദ്യം മുതൽ തുടങ്ങണോ മഹാഭാരതം? അതോ എവിടെ നിന്ന് നിർത്തിയോ അവിടെ നിന്ന് തുടങ്ങണോ? വേണമെങ്കിൽ 6 മണി എന്നുള്ളത് നമുക്ക് 7 മണി മുതലാക്കാം. 7 മണി മുതൽ 8 മണി വരെ. രാവിലെ ഭാഗവതം, വൈകുന്നേരം മഹാഭാരതം. എത്ര പേർക്ക് തോന്നുന്നു ആദ്യം മുതൽ മഹാഭാരതം വേണമെന്ന്? നോ, വി വിൽ സ്റ്റാർട്ട് ഫ്രം വെയർ വി എൻഡഡ്. ഓക്കെ, ബാക്കി. ഓക്കെ, നിർത്തിയത് മുതൽ 7 to 8. ചൈതന്യ ചരിതാമൃതം. യെസ്, ഐ ഓൾസോ വാണ്ട് ടു ഡിസ്കസ് ചൈതന്യ ചരിതാമൃതം. ഇറ്റ്സ് വെരി സ്പെഷ്യൽ. ആദ്യം മുതൽ നിർത്തിയ ഭാഗത്ത് നിന്ന് തുടങ്ങാം. ഓക്കെ, അപ്പം ഞാൻ കൺഫ്യൂസ്ഡ് ആണ്, എന്താ ചെയ്യണ്ടേ? ആദ്യം മുതൽ. ഓക്കെ, കുറച്ച് ഭക്തർ ആദ്യം മുതൽ എന്ന് പറയുന്നു, കുറച്ച് പേര് പറയുന്നു ആദ്യം മുതൽ വേണ്ട എന്ന്, നിർത്തിയത് മുതൽ മതി എന്ന്. നമുക്ക് ഭഗവാനോട് തന്നെ ചോദിക്കാം അല്ലേ? ഭഗവത്ഗീതയിൽ നമ്മൾ ഒന്ന് എടുത്ത് നോക്കട്ടെ, ഭഗവാൻ എന്താ ഹിന്ദി ചെയ്യുന്നതെന്ന് നോക്കട്ടെ. രാധാറാണിയെക്കുറിച്ച് തീർച്ചയായിട്ടും. പക്ഷെ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ രാധാറാണിയെ കുറിച്ച് മനസ്സിലാവും. ചൈതന്യ ചരിതാമൃതം പഠിച്ചതിന് ശേഷം രാധാറാണിയെ കുറിച്ച് മനസ്സിലാവും. നോക്കട്ടെ ഭഗവാൻ എന്താ പറയുന്നത്, എവിടെ നിന്ന് തുടങ്ങണം? ആദ്യം മുതലോ അതോ നിർത്തിയെടുത്തത് മുതലോ?
ഭഗവാൻ പറയുന്നു, ഞാൻ വരുന്ന രംഗം മുതൽ തുടങ്ങാൻ പറഞ്ഞു. അതിന്റെ അർത്ഥം എന്താ? ആദ്യം മുതൽ വേണ്ട. ഭഗവാൻ ദ്രൗപദി സ്വയംവരം മുതലാണ് ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്നത് പാണ്ഡവരുടെ മുമ്പിൽ. അന്നേരം ഇനി അങ്ങോട്ട് മഹാഭാരതം വളരെ എക്സൈറ്റിംഗ് ആയിരിക്കും, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അന്നേരം ആദ്യം മുതലുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് ചുരുക്കത്തിൽ ഇന്ന് ചർച്ച ചെയ്യാം. 6 മണിക്ക് വേണോ 7 മണിക്ക് വേണോ? എത്ര പേര്? നിങ്ങൾ തന്നെ തീരുമാനിക്കോ. മഹാഭാരതം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ഏറ്റവും ഇഷ്ടമുള്ള വിഷയം മഹാഭാരതമാണ്. മഹാഭാരതത്തെക്കുറിച്ചൊരു ബുക്ക് ഇറക്കണമെന്നുണ്ട്. അത് വായിക്കുന്ന എല്ലാവർക്കും എല്ലാം മനസ്സിലാവുന്ന രീതിയിൽ. ഒരു പ്രഭുജി പറയുന്ന ഗുരുദേവന്റെ ഇഷ്ടം എത്ര കേട്ടാലും പിന്നെയും കേൾക്കാൻ ഇഷ്ടം. അതെ, മഹാഭാരതം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. മഹാഭാരതം സംസാരിക്കും പിന്നെ എന്റെ കൺട്രോൾ എല്ലാം പോകും. 6 മണി 7 മണി, കുറച്ച് പേര് 6 മണി പറയുന്നു, 7 മണി പറയുന്നു, 7 മണി 7 to 8. ഓക്കെ, എന്താ ഇപ്പം ചെയ്യാം? ഓക്കെ, 7 to 8 ആണ് കൂടുതൽ പേരും പറയുന്നത്. എന്നിട്ട് നമുക്ക് 7 to 8 അങ്ങ് ഉറപ്പിക്കാം അല്ലേ? സന്ധ്യാസമയത്ത് നിങ്ങൾ വിളക്കെല്ലാം കത്തിച്ച് നാമമൊക്കെ ജപിച്ച്. പക്ഷെ സന്ധ്യ 6 to 7 സൂപ്പറായിരുന്നു. കാരണം സന്ധ്യകൾക്ക് പ്രത്യേക ഒരു പ്രാധാന്യതയുണ്ട്. സന്ധ്യാവേളയിൽ ചർച്ച ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് അനുഗ്രഹം കിട്ടും നമുക്ക്. ഞാൻ 6 to 7 തന്നെ ആക്കാം നമുക്ക്. എന്ത് പറയും? പക്ഷെ കുറേ പേര് 7 മണി എന്നാണ് പറയുന്നത്. നമ്മുടെ സന്ധ്യാവന്ദനം തന്നെ മഹാഭാരതമാക്കി കഴിഞ്ഞാൽ നല്ലതല്ലേ? നിങ്ങൾ കേട്ടുകൊണ്ട് ആരതിയൊക്കെ ചെയ്ത്. ഒരാൾ പറയുന്നത് 8 മണി, അവിടെ ഇല്ല ഇവിടെ ഇല്ല. ഹരേ കൃഷ്ണ. ഓക്കെ, 7 മണിയാക്കാം നമുക്ക്. 7 ഫൈനൽ. ഇപ്പം വീണ്ടും 6 മണി എന്ന് പറയുന്നു. 6 to 7, 7 to 8. നമുക്ക് ഒന്നുകൂടെ നോക്കാം ഭഗവാന് ഏതാ ഇഷ്ടമെന്ന്. 6 to 7 ആണോ അതോ 7 to 8 ആണോ? നമുക്ക് നോക്കാം. ഭഗവാന്റെ ഇഷ്ടം നോക്കട്ടെ. ഭഗവാൻ സന്ധ്യസമയമാണ് പറയുന്നത്. 6 മണിയാണ് ഭഗവാൻ പറയുന്നത്. ഓക്കെ, ഞാൻ ഭഗവാന്റെ ഇഷ്ടം നമുക്ക് ഫൈനൽ ചെയ്യാം. ഓക്കെ, ഇന്ന് മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം 6 മണി മുതൽ 7 മണി വരെ മഹാഭാരതം. ഹരേ കൃഷ്ണ. ഞാൻ ഭാഗവത്തെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നു അത്രത്തോളം വളരെയധികം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. മഹാഭാരതം എൻ്റെ ഹൃദയത്തിലാണ്. ഹരേ കൃഷ്ണ. അതുകൊണ്ട് ഇന്നു മുതൽ പാണ്ഡവരുടെ ആ മഹാചരിതം നമുക്കിന്ന് ചർച്ച ചെയ്യാം. ഇന്ന് വൈകുന്നേരം 6 to 7. ഡോണ്ട് മിസ് ഇറ്റ്. എവിടെ നിന്നാണോ പാണ്ഡവരെല്ലാം ദുഃഖിച്ച് ഹസ്തിനപുരിയിൽ നിന്ന് ഇറങ്ങുന്നത്, അവിടെ നിന്ന് നമുക്ക് ആരംഭിക്കാം പാണ്ഡവരുടെ ചരിത്രം അല്ലേ? പിന്നെ അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്, വിത്ത് ഈച്ച് ആൻഡ് എവറി മൈന്യൂട്ട് ഡീറ്റെയിൽസ്. ഇനി നമുക്ക് അതേ പാണ്ഡവരെ കുറിച്ച് പറയുന്ന മഹാഭാഗവതം. ഇന്നലെ നമ്മൾ പഠിച്ചു എന്താണ് ആ കുന്തി ദേവിയുടെ ആ മഹാത്മ്യം അല്ലേ? കുന്തി ദേവി എന്താണ് ഭഗവാനോട് പറയുന്നത് അല്ലേ? കുന്തി ദേവി ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. ഇന്നലെ നമ്മൾ പഠിച്ച പ്രധാനപ്പെട്ട കാര്യം, ഒരു ഒരു യഥാർത്ഥ ഭക്തനും ഭക്തയും ഭഗവാന് വേണ്ടി ഏതറ്റം വരെ പോകുന്നുള്ളത്. ഏതറ്റം വരെ അവർ ഏത് തരത്തിലുള്ള ദുരിതങ്ങളും ദുഃഖങ്ങളും സ്വീകരിക്കാൻ തയ്യാറായിട്ടിരിക്കും. അവർ ഈ ലോകത്തിലുള്ള എല്ലാ ബന്ധങ്ങളെ ഉപേക്ഷിക്കാൻ തയ്യാറായിരിക്കും ഭഗവാന് വേണ്ടി. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. പാണ്ഡവരിൽ നിന്നും അതാണ് നമ്മൾ പഠിക്കേണ്ടത്. കുന്തി മഹാറാണിയിൽ നിന്നും അതാണ് പഠിക്കേണ്ടത്. കുന്തി മഹാറാണിക്ക് ജയ്. അതായത് ഭഗവാന് വേണ്ടിയും
ഭഗവാന്റെ ഒരു സേവനത്തിന് വേണ്ടി ഒരു ഭക്ത ഏത് തരത്തിലുള്ള ദുഃഖം സഹിക്കാനും തയ്യാറാണ്. ഏത് തരത്തിലുള്ള ദുഃഖം. അത് കൂടാതെ ഏത് തരത്തിലുള്ള ബന്ധങ്ങളെ ഉപേക്ഷിക്കാനും അവർ തയ്യാറാണ്. ഇതെല്ലാം കേട്ടു അല്ലേ? പിന്നെ നമ്മൾ പഠിച്ചു. കുന്തിദേവി ഇങ്ങനെ പറയുകയാണ്, അങ്ങ് നമ്മളെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തില്ല, അതിൽ നിന്ന് രക്ഷപ്പെടുത്തി. അത് ആ രംഗം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഭഗവാൻ എല്ലാവരോടും പറഞ്ഞിട്ട് ഇവിടെ പറഞ്ഞ് രഥത്തിൽ ഇങ്ങനെ കയറിയിരിക്കുമ്പോഴാണ് ഉത്തരാദേവി ഓടി വരുന്നത്. ഭഗവാനെ കാത്തുരക്ഷിക്കണേ കൃഷ്ണ, അങ്ങല്ലാതെ നമുക്ക് ആരുണ്ട് കൃഷ്ണ എന്ന് പറഞ്ഞ് ഓടി എത്തുകയാണ്. എന്നിട്ടെന്താ, അശ്വത്ഥാമാവ് വീണ്ടും അസ്തമിച്ചിരിക്കുന്നു. പാവം ഉത്തരാമാതാവിന്റെ ഗർഭത്തെ നശിപ്പിക്കാനായിട്ട് ദേവി ഓടി വന്ന് ഭഗവാന്റെ മുമ്പിൽ പറഞ്ഞു, ഭഗവാനെ രക്ഷിക്കണേ കൃഷ്ണ, ഞാൻ മരിച്ചാലും കുഴപ്പമില്ല, പക്ഷെ എൻ്റെ ഉള്ളിലെ ആ കുഞ്ഞ് നശിക്കരുത്. ഈ പാണ്ഡവ വംശത്തിലെ അവസാനത്തെ ഒരു പ്രതീക്ഷയാണ്. ഭഗവാൻ ഉടൻ തന്നെ എന്ത് ചെയ്തു? ഭഗവാൻ ഒരു തള്ളവിരലിൻ്റെ ആ ഒരു വലുപ്പത്തിൽ ഉത്തരാമാതാവിൻ്റെ ഗർഭത്തിലാക്കിയത്. ഉത്തരാമാതാവിൻ്റെ ഒരു ഭാഗ്യം നോക്കണേ, ഭഗവാനെ ഗർഭത്തിലാക്കാൻ കഴിഞ്ഞു. ദേവകി അമ്മയും യശോദാമ്മയ്ക്കും ലഭിച്ച അതേ ഭാഗ്യം ഉത്തരാമാതാവിന് ലഭിക്കുകയാണ്. ഭഗവാൻ ഗർഭത്തിനകത്തേക്ക് പ്രവേശിച്ച് അന്നേരം അകത്തിരിക്കുന്ന പരീക്ഷത്തിന്റെ ഭാഗ്യം നോക്കണേ. പരീക്ഷ മഹാരാജ്ക്ക് ഈ ജയ, പാവം കുഞ്ഞ് അത്രത്തോളം പ്രകാശം കണ്ടപ്പോൾ അറിയാതെ കണ്ണ് തുറക്കുകയാണ്. കണ്ണ് തുറന്ന് ആദ്യം കാണുന്നത് നമ്മുടെ ഭഗവാനെയാണ്. അതിസുന്ദരനായിട്ടുള്ള ഒരു വ്യക്തി വളരെ വിപ്രാളത്തിൽ ഗത ഇങ്ങനെ, കൗമുദിക ഗത ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ, ആ ബ്രഹ്മാസ്ത്രത്തിന്റെ ചൂട് ആ കുഞ്ഞിന് തട്ടരുത് എന്ന് പറഞ്ഞ് ഭഗവാൻ അവിടെ നിൽക്കുകയാണ്. ആ ബ്രഹ്മാസ്ത്രത്തെ നിർവീര്യമാക്കി നമ്മുടെ ഭഗവാൻ. എന്നിട്ട് ഈ കുട്ടി ഗർഭത്തിനകത്തിരിക്കുന്ന ആ കുഞ്ഞ് അത്ഭുതത്തോടു കൂടി ആ സുന്ദരനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാർമുഖ്യൽ വർണ്ണൻ മയിൽപീലിയും ചൂടി 4 കൈകളോടുകൂടി ശംഖചക്ര ഗതാപത്മത്തോടുകൂടി പീതാംബരവും ധരിച്ചിരിക്കുന്ന ആ സുന്ദര ഭഗവാനെ കാണുകയാണ്. എന്നിട്ട് ഈ കുട്ടി ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണെന്ന് ഇങ്ങനെ അന്വേഷിക്കുന്നതിൻ്റെ ഇടയിൽ ആ ഭഗവാൻ അപ്രത്യക്ഷമാക്കുകയാണ്. ഹരേ കൃഷ്ണ. പിന്നെ പുറത്ത് വന്നതിന് ശേഷം ആ കുട്ടി എപ്പോഴെങ്കിലും, കാരണം ഗർഭത്തിനകത്ത് കണ്ട ദൃശ്യമല്ലേ, അന്നേരം പൊതുവെ ഗർഭത്തിനകത്ത് ഒരു 6 മാസം മുതൽ 6 വയസ്സ് വരെ കുട്ടികൾ എന്താണോ കാണുന്നത് കേൾക്കുന്നത് അമ്മയിലൂടെയാണെങ്കിലും അതെല്ലാം കുട്ടികളുടെ ഉള്ളിൽ എന്നും ഒരു സ്ട്രോങ് ഇംപ്രഷൻസ് ആയിട്ടിരിക്കും എന്നുള്ളതാണ്. ഇത് അടച്ചു നോക്കണം, അതടച്ചു. അന്നേരം സാധാരണ രീതിയിൽ കുട്ടികൾ എന്ത് കണ്ടാലും അത് ഉള്ളിൽ സ്ട്രോങ് ആയിട്ടിരിക്കും. ഇതാണെങ്കിൽ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു എഫക്റ്റാണ് കിട്ടിയിരിക്കുന്നത്. സാക്ഷാൽ ഭഗവാനെ കുറിച്ചുള്ളത് എന്ത് ആരെങ്കിലും മറക്കുമോ എപ്പോഴെങ്കിലും? നമുക്ക് എല്ലാവർക്കും ഭഗവാനെ ഓർമ്മയുണ്ട്. സത്യം, അത് നിങ്ങൾക്കറിയോ? നമുക്ക് എന്തുകൊണ്ടാണ് ഭഗവാനോട് ഇത്രയും വിശ്വാസം വരുന്നത്, പ്രത്യേകിച്ച് ഭക്തർക്ക്? കാരണം നമ്മളെല്ലാവരും കൃഷ്ണന്റെ കൂട്ടത്തിലായിരുന്നു. ഭഗവാന്റെ കൂട്ടത്തിൽ നമ്മൾ കളിച്ചിട്ടുണ്ട്, ഭഗവാനോട് സംസാരിച്ചിട്ടുണ്ട്, ഭഗവാനെ കെട്ടിപ്പിടിച്ചിട്ടുണ്ട്. ഭഗവാന്റെ കൂട്ടത്തിൽ വളരെ സ്നേഹത്തോടു കൂടി പെരുമാറിയിട്ടുണ്ട്. ഭഗവാന് വേണ്ടി ഒരുപാട് സേവനങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ഓർമ്മകൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഭഗവാന്റെ ഒരു ചിത്രം കാണുമ്പോഴും നമുക്ക് ഭഗവാനോട് ഇത്രയും ഇഷ്ടം തോന്നുന്നതാണ്. അത് നമ്മുടെ മാത്രം കാര്യമല്ല, എല്ലാ ജീവജാലങ്ങളുടെയും കാര്യമാണ്. ഒരു കൊച്ചുകുട്ടി, ഞാൻ എപ്പോഴും പറയുന്നു, ഒരു കൊച്ചുകുട്ടി എടുത്ത് പറയേണ്ട ആവശ്യമില്ല അമ്മയാരാണ്. ഒരു പ്രസവിച്ച കുഞ്ഞിനോട് പറയേണ്ട ആവശ്യമില്ല അമ്മയാരാണ്. അന്നേരം ആ കൊച്ചിനറിയാം ആരാണ് എൻ്റെ അമ്മ എന്ന്, അല്ലേ? അതേപോലെ നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ഗുരുവായൂരപ്പൻ ആരാണ്. അതുകൊണ്ടാണ് എല്ലാവർക്കും എൻ്റെ സ്വന്തം ഗുരുവായൂരപ്പ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഫീലിങ്സ് ആണ്. നമ്മുടെ എന്നെന്നും നമ്മുടെ സ്വന്തം ഗുരുവായൂരപ്പൻ. അത് ആർക്കും പറയാനുള്ള അവകാശവും അധികാരമുണ്ട്. ആർക്കും അത് തടയാൻ കഴിയില്ല. അതൊരു പൂജാരിയുടെ മാത്രം സ്വത്തല്ല, എല്ലാവരുടെയും സ്വത്താണ്. എല്ലാവരുടെയും സ്വത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പബ്ലിക് പ്രോപ്പർട്ടി അല്ല, പേഴ്സണൽ പ്രോപ്പർട്ടിയും കൂടെയാണ്. സാധാരണ പേഴ്സണൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ അതൊരിക്കലും
പബ്ലിക് പ്രോപ്പർട്ടി ആകത്തില്ല. പബ്ലിക് പ്രോപ്പർട്ടി ആയി കഴിഞ്ഞാൽ അതൊരിക്കലും പേഴ്സണൽ പ്രോപ്പർട്ടി അല്ല, അത് എല്ലാവരും ഷെയർ ചെയ്തെടുക്കുകയാണ്. പക്ഷെ ഭഗവാനെ ആർക്കും ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. അത് എല്ലാവർക്കും കംപ്ലീറ്റ്ലി സുലഭ്യമാണ് എല്ലാ കാലത്തോളം. അതായത് നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഒരു പേഴ്സണൽ ഗുരുവായൂരപ്പനെ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ പറ്റും. ആ ഗുരുവായൂരപ്പൻ എപ്പോഴും നമ്മുടെ തന്നെയായിരിക്കും. ആ ഗുരുവായൂരപ്പനെ ഒരു പൂജാരിക്കും എടുക്കാൻ കഴിയില്ല. അങ്ങനെ നമ്മുടെ ഓരോ വ്യക്തികളുടെ കയ്യിലും പേഴ്സണൽ മൊബൈൽ ഫോൺ ഉള്ളതുപോലെ മൊബൈൽ ഫോൺ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ കൂട്ടത്തിൽ വെക്കുന്ന ഒരു സാധനം മൊബൈൽ ഫോണാണ്. നമ്മുടെ കൂട്ടത്തിൽ ഭക്ഷണം കഴിക്കാൻ കാണും, നമ്മുടെ കൂട്ടത്തിൽ രാവിലെ എഴുന്നേക്കും, നമ്മുടെ കൂട്ടത്തിൽ നമ്മൾ ചുറ്റുന്നിടത്ത് എല്ലായിടത്തും ചുറ്റും. എന്നിട്ട് രാത്രി കിടന്നുറങ്ങുമ്പോഴും നമ്മുടെ അടുത്ത് തന്നെ മൊബൈൽ ഫോൺ കാണും. എന്നിട്ട് ഒരു ദിവസം എത്ര പ്രാവശ്യമാണ് നമ്മൾ മൊബൈൽ ഫോണിൽ ഇങ്ങനെ നോക്കും. മെസ്സേജ് വന്നോ, കോള് വന്നോ, അല്ലേ? എന്നിട്ട് നമ്മുടെ ജീവിതത്തിന്റെ, നമ്മുടെ ശരീരത്തിന്റെ ഒരു ഭാഗമായിട്ട് മാറും നമ്മുടെ മൊബൈൽ ഫോൺ. ഇതേപോലെ ഗുരുവായൂരപ്പനെ നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ, അല്ലേ? പക്ഷെ അങ്ങനെയാണ് യഥാർത്ഥത്തിൽ നമ്മളെങ്ങനെയാണോ നമ്മുടെ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നത്, അതേപോലെ ഗുരുവായൂരപ്പൻ നമ്മളെ അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോണായിട്ട് യൂസ് ചെയ്തിരുന്നുവെങ്കിൽ, അല്ലേ? അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം. അതിനുവേണ്ടിയാണ് നമ്മളിങ്ങനെ കൊതിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? പക്ഷെ ഭഗവാൻ നമ്മുടെ പേഴ്സണലാണെങ്കിലും ഗോലോക വൃന്ദാവനത്തിൽ ഒരുപാട് പേരുണ്ട് ഗുരുവായൂരപ്പൻ്റെ അടുത്ത്, അല്ലേ? അന്നേരം നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ശ്രീമതി രാധാറാണിയുടെയും ഗുരുവായൂരപ്പൻ്റെയും സേവനങ്ങൾ ചെയ്യുക എന്നതാണ്. ശ്രീമതി രാധാറാണിയും ഗുരുവായൂരപ്പനെയും ഭഗവാന്റെ ഭക്തരും ഗോപികമാരും ഭഗവാന്റെ കൂട്ടുകാരും അവരെ എല്ലാവരെയും നമ്മുടെ ഹൃദയത്തിലാക്കുക എന്നതാണ്. അവരുടെ എല്ലാവരുടെയും സേവനം ചെയ്യുക എന്നതാണ് നമ്മുടെ ഏറ്റവും പരമോന്നതമായിട്ടുള്ള ലക്ഷ്യം. ഹൃദയത്തിൽ ഭഗവാനും ശ്രീമതി രാധാറാണിയാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. എന്നിട്ട് പുറമേ നമുക്ക് ഭക്ത കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് എത്രത്തോളം സേവനങ്ങൾ ചെയ്യാൻ കഴിയും, നമ്മൾ എത്രത്തോളം സേവനങ്ങൾ ചെയ്യുന്നു, അതാണ് നമുക്ക് ഭഗവാനോടുള്ള സ്നേഹത്തെ വ്യക്തമാക്കുന്നത്. നമുക്കും വ്യക്തമാകും, ഭഗവാനും വ്യക്തമാകും. ഉള്ളിൽ നമുക്ക് എത്ര സ്നേഹമുണ്ടെന്ന് പറഞ്ഞാലും നമുക്കത് നമ്മുടെ ജീവിതത്തിൽ അതിൽ ആചരണത്തിൽ വരുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്ക് സ്നേഹമില്ലെന്നാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ കുന്തിദേവി എന്താ ആഗ്രഹിച്ചത്? ഒരു മാതാജി പറയുന്നു, ആഫ്റ്റർ ഹിയറിംഗ് യുവർ സത്സംഗ് അവർ മൊബൈൽ ഫോൺസ് അവർ 24/7 with us without fail. Krishna's mercy. ഹരേ കൃഷ്ണ. അന്നേരം പൊതുവെ മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞാൽ വലിയൊരു ശാപമായിട്ടാണ് നമ്മൾ കാണുന്നത്, അല്ലേ? കാരണം നമ്മളെ ഈ ലോകത്തിൽ, നമ്മളെ വ്യവഹാര ലോകത്തിലേക്ക് അബ്സോർബ്ഡ് ആക്കുകയാണ്. പക്ഷെ അതേ മൊബൈൽ നമ്മൾ ഭഗവാന്റെ സേവനത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ ഈ മൊബൈൽ നമ്മുടെ ഏറ്റവും വലിയൊരു ഫ്രണ്ടായിട്ട് മാറുകയാണ്. ലൈക്ക് അവർ മൈൻഡ്, അല്ലേ? നമ്മുടെ മനസ്സിനെ പോലെ അല്ലേ? നമ്മൾ ഈ മനസ്സിനെ നമ്മുടെ സുഹൃത്താക്കി മാറ്റിക്കഴിഞ്ഞാൽ സൂപ്പറാണ്. പക്ഷെ നമ്മളത് നമ്മുടെ ആധ്യാത്മിക പുരോഗതിക്ക് വേണ്ടിയല്ല നമ്മുടെ മനസ്സ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ എന്താവും? നമ്മുടെ ശത്രുവായിട്ട് മനസ്സ് മാറും. അതേപോലെ മൊബൈൽ ഫോൺ, അല്ലേ? ഭഗവാന് വേണ്ടി നമ്മൾ ഈ ഉപകരണം ഉപയോഗിക്കുമ്പോൾ ഇത് നമ്മുടെ ഏറ്റവും വലിയ ഒരു ബന്ധുവായിട്ട് മാറുകയാണ് ഈ മൊബൈൽ ഫോൺ, അല്ലേ? കാരണം ഈ മൊബൈൽ ഫോൺ നമ്മളെ കൃഷ്ണനെ, ഭഗവാനെക്കുറിച്ച് ഓർമ്മിപ്പിക്കാൻ നമ്മളെ സഹായിക്കുകയാണ്. നമ്മൾ ലോകത്തിൻ്റെ പല കോർണറിലും ഇരിക്കുകയാണ്. പ്രത്യേകിച്ച് കൊറോണ കാലഘട്ടത്തിൽ നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് ഇതേ മൊബൈൽ ഫോണാണ്. ഈ മൊബൈൽ ഫോൺ ഒരു ഗുരുവായിട്ട് നമ്മുടെ ജീവിതത്തിൽ വന്നു, അല്ലേ? നമ്മളെ ഭഗവാനായിട്ട് കണക്ട് ചെയ്യിപ്പിച്ചു. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ നമുക്ക് ഇഷ്ടപ്പെട്ട വസ്തു ഈ മൊബൈൽ ഫോൺ തന്നെയാണ്. കാരണം എന്താ? ഈ മൊബൈൽ ഫോണിലൂടെ നമ്മൾ ഭഗവാന്റെ ലോകത്തെത്തും. ഒരു പക്ഷേ നമ്മൾ മരിക്കാൻ കിടക്കുന്ന സമയത്തും ഇതേപോലെ ഭഗവാന്റെ ഈ സത്സംഗം മൊബൈൽ ഫോണിലൂടെ കേട്ടിട്ട് നമ്മൾ ഈ ശ്വാസം വിടുകയാണെങ്കിൽ എത്ര മനോഹരമായിരിക്കും, അല്ലേ? ഭഗവാന്റെ ലോകത്തേക്ക് എത്താൻ പിന്നെ അധികം തടസ്സമില്ല. ഹരേ കൃഷ്ണ. അപ്പൊ കുന്തി ദേവി എന്തിനാണ് ഇത്രയൊക്കെ പറഞ്ഞത്? എങ്ങനെയെങ്കിലും ഈ ഗുരുവായൂരപ്പനെ പിടിച്ചൊന്ന് ഇവിടെ നിർത്താൻ ശ്രമിക്കുകയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഭഗവാന് എല്ലാവരോടുടെ കൂട്ടത്തിലും പ്രത്യേകമായിട്ട് നിൽക്കാൻ പറ്റും. പക്ഷെ അതേ സമയത്ത് ഭഗവാൻ ഇടയ്ക്കിടയ്ക്ക് അപ്രത്യക്ഷനാവുകയും കൂടി ചെയ്യും. കാരണം എന്താ? നമ്മളൊരു
ഒരു വസ്തുവിൻ്റെ വില മനസ്സിലാക്കുന്നത് ആ വസ്തു നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെടുമ്പോഴാണ്, അല്ലേ? എപ്പോഴും നമ്മുടെ കയ്യിൽ ആ വസ്തു ഉണ്ടെങ്കിൽ ആ വസ്തുവിൻ്റെ ആ ഒരു മഹാത്മ്യം നമ്മൾ മനസ്സിലാകത്തില്ല. അതേപോലെ വ്യക്തികളുടെയും, അല്ലേ? ഒരു വ്യക്തി നമ്മുടെ അടുത്തുണ്ടാകുമ്പോൾ നമുക്ക് ആ വ്യക്തിയുടെ വില മനസ്സിലാക്കാൻ കഴിയില്ല. ആ വ്യക്തിയെ വളരെ നിസ്സാരമായിട്ട് നമ്മൾ കാണും. പക്ഷേ അതിപരിചയാത് അവജ്ഞാത് എന്ന് പറയും. നമ്മൾ കൂടുതൽ പരിചയമാകുമ്പോൾ അവജ്ഞയ്ക്ക് കാരണമാകും എന്നും പറയാറുണ്ട്. അതേപോലെ ഭഗവാനും നമ്മളുമായിട്ട് ഒരു വിരഹം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരും. ചില സമയത്ത് നമുക്ക് ഭക്തിയിൽ ഒരുപാട് ആനന്ദം അനുഭവപ്പെടും. പക്ഷെ അതേ സമയത്ത് ഭഗവാൻ ചിലപ്പോൾ ഭഗവാന്റെ ആനന്ദത്തെ തടയും. എന്തുകൊണ്ട്? നമ്മൾ ആ ആനന്ദത്തിന് വേണ്ടി കൊതിക്കാൻ വേണ്ടി, ഭഗവാന്റെ സാന്നിധ്യത്തിന് വേണ്ടി, ഭഗവാന്റെ വിരഹം എന്താണെന്ന് മനസ്സിലാക്കാനും ഭഗവാന്റെ മഹാത്മ്യം എന്താണെന്ന് മനസ്സിലാക്കാനും നമുക്കൊരു അവസരം നൽകുകയാണ്, അല്ലേ? അപ്പോൾ കുന്തി ദേവി ഭഗവാൻ എങ്ങനെയെങ്കിലും ഹസ്തിനപുരിയിൽ തന്നെ പിടിച്ചു നിർത്താൻ നോക്കുകയാണ്. ഹരേ കൃഷ്ണ. ഈ ഒരു വർഷം എനിക്ക് വളരെ ക്രൂഷ്യലാണ് ഹെൽത്ത് വൈസ്. ഇപ്പം തന്നെ ന്യൂ ഇയർ മുതൽ പല സെൻറ്റി അടിച്ചതല്ല കേട്ടോ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ജസ്റ്റ് ഷെയർ ചെയ്യണം. ഹെൽത്ത് വൈസ് വളരെ ടഫായിരിക്കും തോന്നി ഈ വർഷം. എല്ലാവർക്കും അറിയാമല്ലോ 2025 അതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. ഒരുപാട് ചലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊന്നും ഒരു വിഷയമല്ല. രോഗത്തിൻ്റെ മുമ്പിലൊന്നും നമ്മൾ തലകുനിക്കത്തില്ല. തലകുനിക്കുന്ന എപ്പോഴും ഭഗവാന്റെയും ഭക്തരുടെയും മുമ്പിലായിരിക്കും, അല്ലേ? ശ്രീകൃഷ്ണൻ. അപ്പോൾ കുന്തി ദേവി ഇവിടെ ഭഗവാന്റെ അടുത്ത് ഭഗവാൻ എങ്ങനെയെങ്കിലും പറഞ്ഞ് ഇവിടെ നിർത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതിനുവേണ്ടിയാണ് പറഞ്ഞത്. ഭഗവാനോട് പറയുകയാണ്, കൃഷ്ണ, അങ്ങാണ് നമ്മളെ എല്ലാവിധ ആപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. എന്നിട്ട് ഇപ്പം നമ്മളെ ഉപേക്ഷിച്ചിട്ട് പോവുകയാണോ? ഒറ്റയ്ക്കാക്കിയിട്ട് പോവുകയാണോ? ഈ രാജാക്കന്മാരെല്ലാവരും അവർ നമ്മളെ ആക്രമിക്കാനായിട്ട് വന്നാലോ എന്നൊക്കെ പല രീതിയിലും ഭഗവാനോട് പറയുകയാണ് സ്തുതിയിലൂടെ. പക്ഷേ അതിനുശേഷം എന്തായി? കുന്തിദേവിക്ക് മനസ്സിലായി ഭഗവാൻ നിൽക്കുന്ന ലക്ഷണം കാണുന്നില്ല. ഭഗവാൻ എന്തായാലും പോകാൻ തീരുമാനിച്ചിരിക്കുകയെന്ന് മനസ്സിലായി. അപ്പോൾ കുന്തിദേവി പറയുകയാണ്, എനിക്ക് എൻ്റെ ബന്ധുമിത്രാദികളോടുള്ള ആ ഒരു സ്നേഹം, ആസക്തി, അതെല്ലാം അങ്ങ് മാറ്റിത്തരണേ. എന്നിട്ട് എൻ്റെ ബോധവും ചിന്തയും എപ്പോഴും അങ്ങയിൽ തന്നെ മഗ്നയായിട്ടിരിക്കട്ടെ. എങ്ങനെയാണോ ഗംഗാദേവി ഒഴുകി ഒഴുകി അങ്ങയിലേക്ക് എത്തുന്നത്, അതേപോലെ വീണ്ടും വീണ്ടും ഞാൻ എൻ്റെ ചിന്തകളും ആഗ്രഹങ്ങളും ബോധവും എല്ലാം എപ്പോഴും അങ്ങയിൽ തന്നെ മഗ്നമായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇതാണ് കുന്തി സ്തുതിയിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത്. ഇനി അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മഹത്തായിട്ടുള്ള ഒരു വ്യക്തിയെക്കുറിച്ചാണ്. ആരാണ് വ്യക്തി? ഭീഷ്മ പിതാമഹൻ. കുന്തി ദേവിയുടെ ഈ സ്തുതിയെല്ലാം കേട്ടതിന് ശേഷം ഭഗവാൻ മറുപടിയായിട്ട് ഒന്ന് ചിരിച്ചു. ആ ചിരിയിൽ എല്ലാത്തിനും ഉത്തരവുണ്ടായിരുന്നു. അവിടെ ഭക്തർക്ക് എല്ലാവർക്കും വലിയ സന്തോഷമായി. ഭഗവാന്റെ ആ ചിരി കാണാൻ കുന്തി ദേവിയുടെ ഹൃദയം നിറഞ്ഞു. എന്നിട്ട് ഭഗവാൻ അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങിയാണ്. പക്ഷെ മഹാരാജ് യുധിഷ്ഠിരൻ തടഞ്ഞു. എന്നിട്ട് യുധിഷ്ഠിരൻ വളരെയധികം ദുഃഖത്തിലായിരുന്നു. അദ്ദേഹത്തിന് തോന്നുന്നു, ഞാൻ കാരണം ഇത്രയും ആൾക്കാർ മരിച്ചല്ലോ, എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയാണല്ലോ ഞാൻ ഇത്രയും യുദ്ധം ചെയ്തത് എന്ന് യുധിഷ്ഠിരൻ തോന്നി. പക്ഷെ അങ്ങനെയല്ലല്ലോ. യുധിഷ്ഠിരൻ ഒരിക്കലും യുദ്ധത്തിന് വേണ്ടി തയ്യാറല്ലായിരുന്നു, അല്ലേ? ദുര്യോധനാദികളുടെ നിർബന്ധ ബുദ്ധി കൊണ്ട് മാത്രമാണ് ഈ യുദ്ധമെല്ലാം നടന്നത്. കാരണം അത്രയ്ക്ക് കാരുണ്യ ഹൃദയനാണ് യുധിഷ്ഠിര മഹാരാജ്. അതുകൊണ്ട് അദ്ദേഹം വീണ്ടും വീണ്ടും ദുഃഖിച്ചിരിക്കുകയായിരുന്നു. അദ്ദേഹം വിചാരിച്ചു, ഞാൻ കാരണം ഇത്രയും പേര് മരിച്ചല്ലോ. എന്നിട്ട് വീണ്ടും വീണ്ടും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
ഭഗവാൻ പല രീതിയിലും ആശ്വസിപ്പിക്കാൻ നോക്കിയിട്ടും ഒരു രക്ഷയില്ല. സാക്ഷാൽ വ്യാസമഹർഷി, സാക്ഷാൽ ഭഗവാൻ ആശ്വസിപ്പിക്കാൻ നോക്കിയിട്ടും ഒരു രക്ഷയില്ല. അതുകൊണ്ട് ഭഗവാൻ തീരുമാനിച്ചു, ഭീഷ്മ പിതാമഹനെ എന്തായാലും കാണുകയും ചെയ്യണം. അദ്ദേഹത്തിൽ നിന്ന് തന്നെ ധർമ്മം എന്താണെന്ന് യുധിഷ്ഠിരൻ പഠിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോഴും ഭീഷ്മ പിതാമഹൻ അവിടെ ശരശയിൽ കിടക്കുകയാണ്. അദ്ദേഹം ശരീരം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ യുധിഷ്ഠിരൻ അദ്ദേഹത്തിന്റെ സഹോദരങ്ങളും ദ്രൗപദി ദേവിയും കുന്തി ദേവി എല്ലാവരും കൂടി ചേർന്ന്, സാക്ഷാൽ ഭഗവാനും വ്യാസമഹർഷി എല്ലാവരും കൂടി ചേർന്ന് അങ്ങോട്ട് യാത്ര ആരംഭിക്കുകയാണ്. പാണ്ഡവര് നല്ല ആർഭാട വേഷത്തിലാണ് പോയത്. അതിനെക്കുറിച്ച് ആചാര്യന്മാർ പറയുന്നു, സാധാരണ നമ്മൾ ഒരു രോഗിയെ കാണാൻ പോകുമ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കുന്ന എന്താണ്? നമ്മൾ അവരെ ദുഃഖത്തിലിരിക്കുകയാണ്, അതുകൊണ്ട് അത്രയും നല്ല വസ്ത്രങ്ങളൊന്നും ധരിച്ചു പോകും, വളരെ സിമ്പിളായിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ചു പോകണമെന്നാണ് നമ്മൾ പൊതുവെ ചിന്തിക്കുന്നത്. പക്ഷെ ഇവിടെ എടുത്തു പറയുന്നു, വളരെ ആർഭാടമായിട്ടുള്ള വസ്ത്രത്തിനും ആർഭാടമായിട്ടുള്ള രീതിയിൽ തന്നെ പോയി. കാരണം യുധിഷ്ഠിരൻ അറിയാമായിരുന്നു, അത് ഭഗവാന്റെ നിർദ്ദേശം കൂടായിരുന്നു. കാരണം ഭീഷ്മ പിതാമഹൻ എത്രത്തോളം ദുഃഖിച്ചിരുന്നു. കാരണം പാണ്ഡവർക്ക് അവരുടെ സാമ്രാജ്യം ലഭിച്ചില്ല എന്നതിന്റെ പേരിൽ. അതുകൂടാതെ ഹസ്തിനപുരിയിൽ ഒരു ധർമ്മത്തിന്റെ ഭരണം എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന ഒരാളാണ് ഭീഷ്മ പിതാമഹൻ. അതുകൊണ്ട് അദ്ദേഹത്തെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയായിരുന്നു അവർ ഇത്രയും ആർഭാട വേഷങ്ങളൊക്കെ ധരിച്ചത്. അവരെ കണ്ടുടൻ തന്നെ ഭീഷ്മ പിതാമഹന് സന്തോഷമായി. അടുത്തെത്തിയപ്പോൾ ഭീഷ്മ പിതാമഹൻ ഓർക്കുകയാണ്, എത്രത്തോളം ദുഃഖത്തിലൂടെ പാണ്ഡവർക്ക് പോകേണ്ടി വന്നു. കൗരവർ അവരുടെ മേൽ അടിച്ചേൽപ്പിച്ച, അവരെ ഏതൊക്കെ രീതിയിൽ ദ്രോഹിച്ചു, അതെല്ലാം ഭീഷ്മ പിതാമഹൻ ഓർമ്മ വരികയാണ്. ഇപ്പോൾ അവർക്കെല്ലാം രാജ്യാധികാരം ലഭിച്ചു എന്നതിൽ ഭീഷ്മ പിതാമഹന് ഒരുപാട് സന്തോഷം തോന്നി. യുധിഷ്ഠിരനെ ആശ്വസിപ്പിച്ച്, യുധിഷ്ഠിരൻ അപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഞാൻ കാരണമാണല്ലോ പിതാമഹ ഇത്രയും പേര് മരിച്ചത്, എല്ലാം എൻ്റെ തെറ്റല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ദുഃഖിച്ചിരിക്കുകയാണ്. ഭീഷ്മ പിതാമഹൻ ആശ്വസിപ്പിച്ചു, പ്രചോദനം നൽകി, ധർമ്മത്തിന്റെ പല പല വശങ്ങളെയും കുറിച്ചും പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നീ അർഹിക്കുന്നതാണ് ഈ ഒരു സാമ്രാജ്യം, അതിനുള്ള എല്ലാ യോഗ്യതയും നിനക്കുണ്ട്, നീ ഭരണം ഏറ്റെടുക്കണമെന്ന് പറഞ്ഞു. പിന്നെ സർവോപരി നീയായിട്ട് നീ യുദ്ധത്തിന് വേണ്ടി ശ്രമിച്ചതല്ല. അതിൽ നിന്ന് നീ എന്താ മനസ്സിലാക്കേണ്ടത്? ഇത് ഭഗവാന്റെ നിശ്ചയമാണെന്ന് നീ മനസ്സിലാക്കുക. നമ്മുടെ കഴിവിന്റെ പരമാവധി ഒരു കാര്യം ശ്രമിച്ചിട്ടും അത് ഏതൊരു കാര്യത്തെ തടയാനോ അല്ലെങ്കിൽ നടത്താനോ ശ്രമിച്ചിട്ടും അത് നടക്കാതിരിക്കുകയോ അല്ലെങ്കിൽ തടയാൻ ശ്രമിച്ചിട്ടോ അത് നടക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? അത് ഭഗവാന്റെ നിശ്ചയമാണെന്ന് നമ്മൾ കരുതണം. ഇത് ഭക്തരെ പോലും ഏറ്റവും കൂടുതൽ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന ഒരു വശമാണ്. കാരണം ഞാൻ പല ഭക്തരോടും സംസാരിക്കുമ്പോൾ പല പ്രാവശ്യവും മഹാഭാരതത്തിലെ കാര്യം തന്നെ അവർ പറയുന്ന എല്ലാം ഈശ്വരന്റെ ഇഷ്ടം പോലെ അല്ലേ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാം ഈശ്വരന്റെ നിശ്ചയം അനുസരിച്ചാണ് നടക്കുന്നതെങ്കിലും മനുഷ്യരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യം, തീരുമാനങ്ങൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യം, അധികാരം എല്ലാവർക്കും ഉണ്ടെന്നും കൂടെ നമ്മൾ ഓർത്തിരിക്കണം. കാരണം എല്ലാം ഭഗവാന്റെ നിശ്ചയമാണ് നമ്മൾ പറയുമ്പോൾ പിന്നെ എന്ത് പറ്റുമെന്നറിയാം? നമ്മൾ എപ്പോഴും ദുഷ്ടന്മാരെ ന്യായീകരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള ന്യായീകരണത്തിലൂടെ നമുക്ക് എന്ത് പറ്റും? നമ്മൾ ചെയ്യുന്ന ഓരോ തെറ്റും വിധിയാണെന്ന് മാത്രം നമ്മൾ ചിന്തിക്കും. മനസ്സിലായില്ലേ? അതായത് നമ്മൾ ഓരോ മനസ്സിന്റെ കൂട്ടുപിടിച്ച് മനസ്സ് പറയുന്ന ഓരോ കാര്യങ്ങളും തീരുമാനിച്ച് ചെയ്തിട്ട് നമ്മൾ എപ്പോഴും പറയുക എല്ലാം വിധിയല്ലേ എന്ന്. അത് വളരെ ഡേഞ്ചറസ് ആണ്. ഭക്തിയിൽ പുരോഗമിക്കാൻ അതൊട്ടും നല്ലതല്ല. നമ്മളെ വഴിതെറ്റിക്കാൻ ഇതിൽ കൂടുതൽ വേറൊന്നും വേണ്ട. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ന്യായീകരിക്കരുത് നമ്മുടെ പ്രവൃത്തികളെ വിധിയാണെന്ന് കരുതി. പക്ഷെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം അനുസരിച്ച് വിധി നമ്മുടെ മുമ്പിൽ ഓരോ സാഹചര്യത്തെയും കൊണ്ടുവരും.
എന്നിട്ട് ആ സാഹചര്യത്തിൽ വീണ്ടും നമ്മൾ എന്ത് തീരുമാനം എടുക്കുന്നോ അതിനനുസരിച്ച് വിധി വീണ്ടും മാറിക്കൊണ്ടേയിരിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് വിധിയല്ല നമ്മളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്, നമ്മളാണ് ഇത് ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ റിസൾട്ട് അനുസരിച്ച് വിധി മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ഉദാഹരണത്തിന് ആലോചിച്ച് നോക്കൂ, പാണ്ഡവർക്ക് സംഭവിച്ചതെല്ലാം അവരുടെ വിധിയാണോ? അല്ല. അവർ ധർമ്മിഷ്ഠരായിരുന്നു, അവർ വീണ്ടും വീണ്ടും ധർമ്മം ചെയ്തുകൊണ്ടേയിരുന്നു. അന്നേരം അതിൽ കൗരവരുടേതായിട്ടുള്ള വലിയൊരു അനീതിയും അധർമ്മം അവിടെയുണ്ട്. അന്നേരം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പഠിക്കണം, നമ്മൾ എപ്പോഴും ധർമ്മത്തിൽ തന്നെ ഉറച്ചു നിൽക്കാൻ ശ്രമിക്കണം. ശ്രമിച്ചാൽ മാത്രം പോലെ ധർമ്മത്തിൽ തന്നെ ഉറച്ചു നിൽക്കണം. എന്ത് സംഭവിച്ചാലും, എന്ത് ലാഭം കിട്ടിയില്ലെങ്കിലും, എന്ത് നഷ്ടം വന്നാലും നമ്മളെപ്പോഴും ധർമ്മത്തിൽ തന്നെ ഉറച്ചു നിൽക്കണം. അതുകൊണ്ട് തന്നെ മഹാഭാരതത്തിൽ പറയുന്നതിന് എന്താ, നമ്മൾ ധർമ്മത്തിൽ പോവുകയാണെങ്കിൽ ധർമ്മം തന്നെ നമ്മളെ രക്ഷിക്കും. എവിടെയാണോ ധർമ്മം അവിടെ ജയം ഉറപ്പാണ്. നമ്മൾ ധർമ്മമാണ് ചെയ്യുന്നതെങ്കിൽ നമ്മളെ ധർമ്മം തന്നെ രക്ഷിക്കും. ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? ധർമ്മം തു സാക്ഷാത് ഭഗവത് പ്രണീതം. ഭഗവാന്റെ ഇഷ്ടമാണ് ധർമ്മം എന്ന് പറയുന്നത്. പാണ്ഡവർ അനീതി ചെയ്തതായിട്ട് നമുക്ക് ചിലപ്പോൾ തോന്നും. ഉദാഹരണത്തിന് ദുര്യോധനന്റെ തൊടയടിച്ച് പൊട്ടിച്ചതും, അല്ലെങ്കിൽ കർണനെ യുദ്ധത്തിന് തയ്യാറാകാതെ തന്നെ കൊല്ലുകയും, ഇതൊക്കെ അനീതി അധർമ്മമായിട്ട് നമുക്ക് തോന്നും. പക്ഷേ ഭഗവാൻ പറഞ്ഞതാണ് അവർ ചെയ്തത്. അത് അവർ ഒരിക്കലും സ്വന്തം ഇഷ്ടപ്രകാരമല്ല ചെയ്തത്. പക്ഷെ അഭിമന്യുവിനെ കൊന്നപ്പോഴോ, ദ്രൗപദി ദേവിയെ വസ്ത്രാക്ഷേപം ചെയ്തപ്പോഴോ കൗരവരാരും ഭഗവാന്റെ അനുമതി ചോദിച്ചിട്ടല്ല ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാവും. ആ ഒരു വ്യത്യാസമുണ്ട്. അവരവരുടെ ഇഷ്ടം അനുസരിച്ച് അവരുടെ ലാഭത്തിന് വേണ്ടി താൽക്കാലികമായിട്ട് ചെയ്യുകയാണ്. മനസ്സിലായില്ലേ? ഇനി ദുര്യോധനാദികൾക്ക് യുദ്ധം ചെയ്യണമെങ്കിൽ എന്തിനു ഭീഷ്മ പിതാമഹനെയും കൃപാചാര്യൻ അവരെയൊക്കെ യുദ്ധം ചെയ്യിപ്പിച്ചു? അവർ നേരിട്ട് യുദ്ധം ചെയ്തു. എന്തെങ്കിലും ചൂതുകളിയിലൂടെ ചതിവിലൂടെ എല്ലാം തട്ടിയെടുക്കാൻ നോക്കുന്നു. ഇതെല്ലാം അധർമ്മമല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് വീണ്ടും അധർമ്മത്തിന്റെ വലിയൊരു കുന്നിലാണ് ഇവരൊക്കെ നിൽക്കുന്നത്, കൗരവ പടകൾ. മഹാഭാരതം ഇനി നമ്മൾ ഡീപ്പായിട്ട് പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. വലിയൊരു കുന്നിലാണ് നമ്മൾ കൗരവർ നിൽക്കുന്നത്, അധർമ്മത്തിന്റെ. പാണ്ഡവർ നിൽക്കുന്ന ധർമ്മത്തിന്റെ കുന്നിലാണ്. അത് എന്നിട്ടും ഇവർ വീണ്ടും വീണ്ടും ആ കുന്നിനെ പൊട്ടിക്കാൻ നോക്കുകയാണ്. അത് പൊട്ടത്തില്ല. കാരണം അവർ കൊട്ടാരത്തിലാണെങ്കിലും വനവാസത്തിലാണെങ്കിലും അവരെപ്പോഴും ധർമ്മം പാലിക്കുന്ന വ്യക്തികളാണ് പാണ്ഡവരെന്ന് പറയുന്നത്. അത് എന്നിട്ട് അവർ അധർമ്മം ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം അല്ല അവരവർ ചെയ്യുന്നത്. അവരെപ്പോഴും ചെയ്യുന്നത് ഭഗവാന്റെ നിർദ്ദേശപ്രകാരമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും ഭഗവാൻ ഇഷ്ടമില്ലാത്ത ഒരു കാര്യം നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മളൊരിക്കലും അധർമ്മം ചെയ്യാൻ പാടില്ല. നമ്മളെപ്പോഴും ധർമ്മത്തിൽ തന്നെ ഉറച്ചിരിക്കണം. താൽക്കാലിക ലാഭത്തിന് വേണ്ടി നമ്മളൊന്നും ചെയ്യരുത്. ഭഗവാനെ മുൻനിർത്തി വേണം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യണം. ഇത് ഭഗവാൻ ഇഷ്ടമാകത്തില്ലേ? ഭഗവാന്റെ ഇഷ്ടത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ആ ഭഗവാന്റെ ഇഷ്ടം നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? നമ്മുടെ ഊഹാപോഹങ്ങൾ വെച്ചിട്ടാണോ? അല്ല, ഒരു ഭക്തന്റെ നിർദ്ദേശപ്രകാരം. അവിടെയാണ് നമുക്കൊരു ഗുരുവിന്റെ ആവശ്യം. ഒരു ഗുരുവിൽ നിന്ന് ദീക്ഷ എടുത്ത് നമ്മുടെ ജീവിതത്തിനെ ആ ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം ചിട്ടപ്പെടുത്തി എടുക്കുമ്പോൾ ഗുരുവിന് ഒരു യഥാർത്ഥ ഗുരു ഒരിക്കലും സ്വാർത്ഥനായിരിക്കില്ല. അത് നമ്മൾ മനസ്സിലാക്കൂ. ആ ഗുരു ഒരിക്കലും ആ വ്യക്തിയുടെ ലാഭത്തിന് വേണ്ടി ആയിരിക്കത്തില്ല നമുക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ ആ വ്യക്തി ഒരിക്കലും ഗുരുവല്ല എന്നും കൂടെ മനസ്സിലാക്കുക. ഇത് നമുക്ക് എങ്ങനെ ഉറപ്പുവരുത്താൻ കഴിയും? ആ വ്യക്തി പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ആചരിക്കുമ്പോൾ നമുക്കൊരു ശാന്തിയും സമാധാനവും സന്തോഷവും ലഭിക്കുന്നുണ്ടോ? സംതൃപ്തി ലഭിക്കുന്നുണ്ടോ? ഭഗവാനുമായിട്ട് കൂടുതൽ അടുക്കാൻ കഴിയുന്നുണ്ടോ? എങ്കിൽ പിന്നെ ആ വ്യക്തി പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് നന്മയ്ക്ക് വേണ്ടിയാണ്. പക്ഷെ ആ വ്യക്തി പറയുന്നത് നമ്മൾ ആചരിക്കുമ്പോൾ നമുക്ക് സമാധാനം കിട്ടുന്നില്ല. ആ വ്യക്തിയുടെ ഏതോ ഭൗതിക ഗുരു എന്ന് പറയുന്ന ആ വ്യക്തിയുടെ ഭൗതികമായിട്ടുള്ള ഇന്ദ്രിയ ആസ്വാദനത്തിന് വേണ്ടി നമ്മളെ ഒരു അടിമയെ പോലെ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അതൊരിക്കലും ശരിയല്ല. അത് നമുക്ക് ഉറപ്പിക്കാമല്ലോ. ഒരു ഗുരു എങ്ങനെയാണോ ശിഷ്യരെ പരീക്ഷിക്കുന്നത്, എന്തിനു വേണ്ടി? അവരുടെ ആധ്യാത്മിക പുരോഗതിക്ക് വേണ്ടി. നമ്മൾക്കും ഗുരുവിനെ പരീക്ഷിക്കാം. ഗുരു പറയുന്ന കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ ആചരിക്കുമ്പോൾ നമുക്ക് പുരോഗതി ഉണ്ടാകുന്നോ? ആധ്യാത്മിക പുരോഗതി ഉണ്ടാകുന്നുണ്ടോ? എങ്കിൽ നമുക്ക് ഫോളോ ചെയ്തൂടെ? ഹൃദയാംഗതമായിട്ട് ഫോളോ ചെയ്തൂടെ? വിശ്വാസത്തോടു കൂടി ഫോളോ ചെയ്തൂടെ? ഇത് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ഗുരുവിന്റെ നിർദ്ദേശം അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്ത് മനസ്സിലാക്കാൻ കഴിയുന്നത്? നമ്മൾ എന്താണ് ധർമ്മം. അല്ലാതെ നമ്മുടെ ഊഹാപോഹങ്ങൾക്കനുസരിച്ച് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ
നമ്മൾ അധർമ്മികളല്ലെങ്കിൽ പോലും, നമ്മൾ ധർമ്മിഷ്ഠരാണെങ്കിലും ചിലപ്പോൾ നമ്മൾ ഭീഷ്മരെ പോലെ ആയിപ്പോകും, ദ്രോണാചാര്യരെ പോലെ ആയിപ്പോകും. അതായത് എല്ലാം അറിഞ്ഞിട്ടും ധർമ്മത്തിന്റെ കൂട്ട് നിൽക്കാതെ അധർമ്മത്തിന്റെ കൂട്ട് ആയിപ്പോകുന്നു. കർണന്റെ അവസ്ഥയെ പോലെ ആയിപ്പോകും. എല്ലാം ഉണ്ടായിട്ടും ഒന്നും ഇല്ലാത്ത അവസ്ഥയിലേക്ക് ആയിപ്പോയി. അത് നമ്മൾ അങ്ങനെ ആകരുത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ വളരെ പ്ലാൻ ചെയ്യണം. അതിനാണ് നമുക്കൊരു ഗുരുവിന്റെ ആവശ്യം. ആ ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം നമ്മൾ നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തിയെടുക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം കൂടുതൽ കൂടുതൽ നന്മയിലേക്ക് പോകുന്നത് നമ്മൾ മനസ്സിലാക്കുക. എന്നാൽ ഇവിടെ ഭീഷ്മ പിതാമഹൻ എല്ലാവിധ ഉപദേശങ്ങളും പാണ്ഡവർക്ക് നൽകുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഭീഷ്മരെ ഇങ്ങനെ ശർശയിൽ കിടക്കുകയാണ്. അപ്പോൾ ഭഗവാനും എല്ലാവരും എത്തി. എന്നിട്ട് ഭീഷ്മരുടെ പാദത്തിന്റെ അവിടെയാണ് ഭഗവാൻ നിൽക്കുന്നത്. കാരണം ഭീഷ്മർ ഇങ്ങനെ കിടക്കുകയാണല്ലോ. അന്നേരം ഇങ്ങനെ 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 നോക്കാൻ പറ്റും ഭഗവാൻ ഇങ്ങനെ. അന്നേരം ഭഗവാനെ നേരിട്ടോ സൈഡിലൊക്കെ ആണെങ്കിൽ നോക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. തല അനക്കാൻ പോലും പറ്റുന്നില്ലേ. ഒന്ന് ആലോചിച്ച് നോക്കണം, എന്തുമാത്രം അസ്ത്രങ്ങളെയാണ് അർജുനനെ അയച്ചത്. അത് അർജുനനല്ല അയക്കുന്നത്, ഭഗവാൻ. അയക്ക്, ഇനി അയക്ക്. ആള് വീഴുന്നവരെ അയച്ചോണ്ടിരിക്കാൻ പറഞ്ഞു. അതുകൊണ്ട് സത്യം പറഞ്ഞ ഭീഷ്മരുടെ അലർച്ച കേട്ടിട്ട് വീണ്ടും വീണ്ടും അയച്ചുകൊണ്ടിരിക്കുകയാണ്. അസ്ത്രം അയച്ചിട്ട് വീണ്ടും അലറി മുന്നോട്ട് വരികയാണ്. അന്നേരം അർജുൻ നോക്കാതെ കണ്ണു അടച്ചിട്ട് അസ്ത്രം ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുക ഭീഷ്മർക്ക് നേരെ. അന്നേരം ഭീഷ്മർ വീഴുന്നത് വരെ അസ്ത്രം അയച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം കണ്ണു തുറന്നു നോക്കിയപ്പോൾ പാവം അർജുൻ വരെ ഞെട്ടിപ്പോയി. എന്തുമാത്രം അസ്ത്രം അയച്ചിരിക്കും. 2 വിരല് നമുക്ക് ഇടാൻ പറ്റത്തില്ല, അത്രയ്ക്ക് അസ്ത്രങ്ങളാണ് അയച്ചിരിക്കുന്നത്. ഹരേ കൃഷ്ണ. പിന്നെ വല്ലാത്തൊരു അവസ്ഥയാണ് ഭീഷ്മ പിതാമഹന്റെ. അദ്ദേഹം ഒരു തെറ്റും ചെയ്യാതെയും തെറ്റിന് കൂട്ടു നിൽക്കേണ്ടി വന്നു. കാരണം ദ്രൗപദി ദേവി അവിടെ അപമാനിക്കാൻ ശ്രമിക്കുമ്പോൾ ഭീഷ്മരൊന്നും പറഞ്ഞില്ല. ഒന്നും പറയാൻ കഴിയില്ല എന്നും പറയാൻ കഴിയില്ല. പക്ഷെ എന്താ പറയുക, ഒന്നും പറയാൻ കഴിയില്ല. പക്ഷെ എന്തായാലും അതിന്റെ പേരിൽ അദ്ദേഹത്തിന് ശർശയിൽ കിടക്കേണ്ടി വന്നു. അതാലോചിച്ചു. പക്ഷെ ശർശയിൽ കിടക്കുമ്പോഴും അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശർശയിൽ കിടന്നത് ഭീഷ്മരുടെ വിധിയാണെന്ന് നമുക്ക് പറയാൻ കഴിയും. അല്ല, ഭീഷ്മർ ചെയ്ത തീരുമാനങ്ങൾ, എടുത്ത തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങൾക്കനുസരിച്ച് ഭീഷ്മർക്ക് കിട്ടിയ റിസൾട്ടാണത്. പക്ഷെ ആ സാഹചര്യത്തിൽ ഭീഷ്മർക്ക് വേണമെങ്കിൽ ഇനിയും തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കാം. ഭഗവാനെ കുറ്റം പറയാം, പാണ്ഡവരെ കുറ്റം പറയാം, വേണമെങ്കിൽ ദുര്യോധനാദികളെ കുറ്റം പറയാം. ഭീഷ്മർ അതൊന്നും ചെയ്യുന്നില്ല. ഭീഷ്മർ അവിടെ കിടക്കുകയാണ്. എന്നിട്ട് ഉത്തരായണ കാലം വരാനായിട്ട് കാത്തു നിൽക്കുകയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നിട്ട് അവിടെ ഭഗവാനെ കണ്ടുകൊണ്ടിരിക്കും. മുന്നിൽ ഭഗവാൻ ഇങ്ങനെ നിൽക്കുകയാണ്. അന്നേരം ഭഗവാനെ ഇങ്ങനെ നോക്കി ഭഗവാന്റെ ആ സുന്ദരമായിട്ടുള്ള രൂപത്തെ കണ്ട് ഇങ്ങനെ സന്തോഷിച്ചിരിക്കുകയാണ് ഭീഷ്മ പിതാമഹൻ. എന്നിട്ട് അടുത്ത് യുധിഷ്ഠിരൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും, ഞാൻ കാരണം ഇത്രയും ആൾക്കാർ മരിക്കേണ്ടി വന്നില്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ഭീഷ്മ പിതാമഹൻ ഒരു വാക്ക് പറയുന്നുണ്ട്, നിങ്ങൾ ഇത്രയും ധർമ്മിഷ്ഠരാണ് യുധിഷ്ഠിര. അങ്ങേ പോലെ ഒരു ധർമ്മം പാലിക്കുന്ന ഒരു രാജാവ് ഈ ലോകത്ത് വേറെയില്ല. അതിശക്തന്മാരായിട്ടുള്ള 2 സഹോദരന്മാര്, ഭീമനും അർജുനെ പോലെയുള്ള വീരന്മാര് അങ്ങയുടെ സഹോദരന്മാരാണ്. അങ്ങയുടെ സംരക്ഷകനായിട്ട് അടുത്തുണ്ട്. അതുകൂടാതെ നകുല സഹദേവന്മാരെ പോലെ ഇത്രയും നല്ല സഹോദരന്മാരെ ഒങ്ങിക്കൊണ്ട്, പിന്നെ ഏറ്റവും പരിശുദ്ധമായിട്ടുള്ള സാക്ഷാൽ ദ്രൗപദിയാണ് അങ്ങയുടെ ഭാര്യ. അങ്ങ് വരുന്നത് തന്നെ പാണ്ഡുവിന്റെ പുത്രനായിട്ട്, കുന്തിദേവിയുടെ പുത്രനായിട്ട്. എന്നിട്ടും അങ്ങേക്ക് ഇത്രയും ദുരിതം അനുഭവിക്കേണ്ടി വന്നത് ഞാനിങ്ങനെ അത്ഭുതപ്പെടുകയാണ്. അന്നേരം യുധിഷ്ഠിരൻ പറഞ്ഞ എന്താണ്, ഞാൻ കാരണം ഇത്രയും പേര് മരിക്കേണ്ടി വന്നല്ലോ. അന്നേരം ഭീഷ്മ പിതാവിനെ ഓർമ്മിക്കുക, നിങ്ങൾ അനുഭവിച്ചൊന്നും നിങ്ങൾക്ക് ഓർമ്മയില്ലേ എന്ന് ചോദിച്ചു. ഉത്തരായണ കാലം എന്താണ് സ്വാമിജി? ഓക്കെ, വെരി ഗുഡ് ക്വസ്റ്റ്യൻ. സൂര്യദേവൻ 6 മാസം ഉത്തർ ദിശയിലേക്ക് പോകും, 6 മാസം ദക്ഷിണ ദിശയിലേക്ക്. അതിലെന്താണ് ഈ ഉത്തര ദിശയും ദക്ഷിണ ദിശയും? അതിൽ പൊതുവേ നമ്മൾ ഭൂമി കറങ്ങുന്നതായിട്ടാണ് വിശ്വസിക്കുന്നത് മോഡേൺ സയൻസ് പ്രകാരം.
പക്ഷേ യഥാർത്ഥത്തിൽ ഭൂമണ്ഡലം വലിയൊരു ഫ്ലാറ്റ് സർഫേസാണ്. അതിൽ ചെറിയൊരു ഭാഗമാണ് നമ്മുടെ ഭൂമി എന്ന് പറയുന്നത്. അന്നേരം മൊത്തത്തിൽ ഈ ഭൂമണ്ഡലത്തിൻ്റെ ചുറ്റുമുള്ള മാനസോത്തര പർവ്വതത്തിൻ്റെ മുകളിലൂടെ സൂര്യദേവന്റെ രഥം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ചാണ് പകലും രാത്രിയും എല്ലാം നടക്കുന്നത്, വർഷങ്ങളുടെ കണക്കും എല്ലാം. ആ സൂര്യൻ കറങ്ങുന്നതിനനുസരിച്ച് നമ്മൾ ലോകത്തിൻ്റെ ഈ ഭൂമണ്ഡലത്തിൻ്റെ ഏത് ഭാഗത്താണോ അതിനനുസരിച്ചാണ് നമുക്ക് പകലും രാത്രിയും മുകളിലോട്ടുള്ള ലോകങ്ങളിലും എല്ലായിടത്തും അനുഭവപ്പെടുന്നത്, സ്വർലോകം വരെ. അപ്പോൾ ഈ രഥം പോകുന്നതിനനുസരിച്ച് ഉത്തരായണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തർദിശ, വടക്ക്, ദക്ഷിണം എന്ന് പറഞ്ഞാൽ തെക്ക്, നമുക്കറിയാം. പക്ഷെ ഇവിടെ വടക്കും തെക്കും ഉദ്ദേശിക്കുന്നത് മുകളിലോട്ടും താഴോട്ടും എന്നാണ്. മുകളിലോട്ടും താഴോട്ടും. അന്നേരം രഥം ഇങ്ങനെ കറങ്ങി 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 ഇങ്ങനെ മുകളിലോട്ട് പോകും. മനസ്സിലായില്ലേ? അന്നേരം അതിനെയാണ് ഉത്തരായണം. മുകളിലോട്ടെന്ന് പറയുമ്പോൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭൂമണ്ഡലം എന്ന് പറഞ്ഞാൽ വലിയൊരു ഫ്ലാറ്റ് സർഫേസാണ്. അന്നേരം ആ ഫ്ലാറ്റ് സർഫേസ് എന്ന് പറഞ്ഞാൽ മുകളിലോട്ട് വരുന്ന സമയത്ത് അതിന്റെ സെന്ററിന്റെ അടുത്തോട്ടും വരും. അതായത് ഇപ്പോൾ ഒരു വസ്തു കറങ്ങുന്നുണ്ടെങ്കിൽ അതിന്റെ നടുക്കൊരു പോയിന്റ് കാണില്ല, അതിനെ ചുറ്റിയായിരിക്കുമല്ലോ കറങ്ങുന്നത്. അന്നേരം നടുക്കുള്ള വസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുമേരു പർവ്വതമാണ്. അന്നേരം സുമേരു പർവ്വതത്തിന് ചുറ്റുമാണ് ഇത് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഏതാ? സൂര്യദേവന്റെ രഥം കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അന്നേരം കറങ്ങുന്ന സമയത്ത് 6 മാസക്കാലം, അതായത് ഈ റൗണ്ട് കറങ്ങുന്നതിന് നിങ്ങൾ ഒരു ട്രാക്ക് സങ്കല്പിക്കുക. ഒരു ട്രാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ റെയിൽവേ ട്രാക്ക് പോലെ. റെയിൽവേ ട്രാക്ക് എങ്ങനെയാണ്? ട്രെയിൻ ഇങ്ങനെ പോയിട്ട് അടുത്ത ട്രാക്കിലേക്ക് പോകുന്നത്, അടുത്ത ട്രാക്കിലേക്ക് പോകുന്നത്, അടുത്ത ട്രാക്കിലേക്ക് പോകുന്നത്, അല്ലേ? അതേപോലെ ഈ ട്രാക്കിൽ ഇങ്ങനെ ട്രെയിൻ കറങ്ങുന്ന സമയത്ത് താഴെയുള്ള ട്രാക്കിനെക്കാട്ടിയും അടുത്ത ട്രാക്ക് മുകളിലാണെന്ന് സങ്കല്പിക്കുക. കുറച്ചും കൂടെ ഉയർന്ന പ്ലാറ്റ്ഫോമിലാണ്. മനസ്സിലാവുന്നുണ്ട് എല്ലാവർക്കും? അതായത് ട്രെയിൻ ഇങ്ങനെ കറങ്ങുകയാണ്, എന്നിട്ട് ട്രെയിൻ കറങ്ങുന്നതിനനുസരിച്ച് അടുത്ത ട്രാക്ക് മാറ്റുന്നു, അടുത്ത ട്രാക്ക് മാറ്റുന്നു. പക്ഷെ ഈ ട്രാക്ക് മുകളിലോട്ടാണെങ്കിലും അടുത്തുകൊണ്ടിരിക്കുകയാണ്, സെന്ററിന്റെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. കമന്റ്സിലിട്ട് എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ടെന്ന്? മനസ്സിലാവുന്നുണ്ടല്ലേ? ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളൊരു വണ്ടിയിലൂടെ ഒരു കുന്നിന്റെ മുകളിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്, അല്ലേ? അവർ ആ കുന്നിന്റെ മുകളിലോട്ട് പോകുന്ന ഹൈ റേഞ്ച് വഴികളൊക്കെ എങ്ങനെയായിരിക്കും? ഇങ്ങനെ റൗണ്ട് ആയിരിക്കും, റൗണ്ട്, അല്ലേ? പക്ഷെ ആ റൗണ്ട് പോകുന്നതിനനുസരിച്ച് ആ കുന്നിന്റെ സെന്ററിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? അത് ഇങ്ങനെ കറങ്ങി നമ്മൾ ആ കുന്നിന്റെ മുകളിലോട്ടും എത്തിക്കൊണ്ടിരിക്കുകയാണ്, സെന്ററിന്റെ അടുത്തോട്ടും എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എത്ര പേർക്ക് മനസ്സിലായി? നമ്മൾ വലിയ ഹൈ റേഞ്ചിലൊക്കെ പോയി കാണുമല്ലോ, ഒരുപാട് കുന്ന് ഹൈ ഹിൽസിന്റെ ആ ഭാഗത്തോട്ടൊക്കെ വണ്ടിയിൽ പോയി കാണുമല്ലോ. അന്നേരം അതിന്റെ വഴി എങ്ങനെയാണ്? ചുറ്റി ഇങ്ങനെ കറങ്ങി ഇങ്ങനെ പോകും. തിരിച്ചു വരുന്നെങ്കിൽ ഇങ്ങനെ, അല്ലേ? അതേപോലെയാണ്. അന്നേരം നടുക്ക് സുമേരു പർവ്വതം. അന്നേരം സൂര്യദേവന്റെ രഥം ഇങ്ങനെ കറങ്ങി ഉത്തരായണത്തിലേക്ക് പോകുന്നു. അതായത് മുകളിലോട്ട് പോകുന്നു, പക്ഷെ അടുത്തുകൊണ്ട് ഇരിക്കുകയാണ്. അന്നേരം 6 മാസക്കാലം സൂര്യദേവൻ മുകളിലോട്ട് യാത്ര ചെയ്യുന്നു. അപ്പോൾ അതിനെ ഉത്തരായണം എന്ന് പറയും. അന്നേരം ഈ ജനുവരി, അന്നേരം സൂര്യൻ നമ്മുടെ ജംബൂദ്വീപിന്റെ അടുത്തോട്ട് എത്തുന്നതിനനുസരിച്ച് ഇവിടുത്തെ കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കും, അല്ലേ? നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചൂടുകാലം ആരംഭിക്കുകയാണ്, അല്ലേ? എന്നിട്ട് വീണ്ടും തിരിച്ച് യാത്ര സൂര്യദേവൻ ദൂരെ പോകുന്നതിനനുസരിച്ച് എന്തു പറ്റും? തണുപ്പ് കാലം അനുഭവപ്പെടും. ചൂടുകാലം കഴിഞ്ഞ ഉടനെ മഴക്കാലം അനുഭവപ്പെടും. എന്നിട്ട് ഇതെല്ലാം കാലാവസ്ഥ മാറുന്നതും, കാരണം ഒന്ന് ആലോചിച്ച് നോക്കും, സൂര്യദേവൻ ചുരം കയറുന്ന പോലെ, അതെ, ചുരം കയറുകയും ഇറങ്ങിയും പോലെ. അന്നേരം രഥം ഇങ്ങനെ കറങ്ങി ഇങ്ങനെ പോകുമ്പോൾ മുകളിലോട്ട് കയറുമ്പോൾ ഉത്തരായണം, എന്നിട്ട് തിരിച്ചു വരുമ്പോൾ ദക്ഷിണായണം. അങ്ങനെയാണ് പൊതുവെ ഇരിക്കുന്നത്. ഇപ്പം എല്ലാവർക്കും ക്ലിയർ ആയല്ലോ, അല്ലേ? അന്നേരം ഇതാണ് ഉത്തരായണം.
മകരം മുതൽ മിഥുനം വരെ, അതെ കറക്റ്റ്, 6 മാസം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ച് പോകും. എന്നിട്ട് വിഷു സമയത്ത് സൂര്യദേവന്റെ രഥം മധ്യത്തിലാണ്. മനസ്സിലായില്ല? അതായത് മുകളിലോട്ടും എത്തിയിട്ടില്ല, താഴോട്ടും എത്തിയിട്ടില്ല. ഇപ്പൊ സൂര്യദേവന്റെ രഥം മകരസംക്രാന്തി സമയത്ത് ഉത്തരായണത്തിലേക്ക് പോകും. മധ്യത്തിൽ നിന്ന് മുകളിലോട്ട് പോകാനായിട്ട് ആരംഭിക്കും. ദക്ഷിണായനത്തിൽ നിന്ന് ഉത്തരായണത്തിലേക്ക് പോവുകയാണ്. അന്നേരം ഉത്തരായണം മുകളിലോട്ടുള്ള യാത്ര ആരംഭിക്കുകയാണ്. അന്നേരം ആ വിഷു സമയത്ത് മധ്യത്തിലെത്തും. മനസ്സിലായില്ലേ? എന്നിട്ട് മുകളിലോട്ട് പോകും. പിന്നെ ഏറ്റവും പീക്കിലെത്തുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ചൂടും അതും ഇതൊക്കെ അനുഭവപ്പെടുന്നത്. മനസ്സിലായില്ലേ? എന്നിട്ട് വീണ്ടും ദക്ഷിണായനം തിരിച്ച് ഇത് ക്ലിയർ ആയല്ലോ അല്ലേ? അത് ഇനി നിങ്ങൾ കിഴക്ക് ദിശ നോക്കിയാൽ മതി. ഇപ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾക്ക് അറിയാൻ പറ്റും. എപ്പോഴാണെന്നറിയാം, നിങ്ങളുടെ ചുറ്റും ബിൽഡിങ്സ് ഒന്നും ഇല്ല, വളരെ ഓപ്പൺ ആയിട്ട് നമ്മുടെ ആശ്രമത്തിൽ വന്ന് കറക്റ്റായിട്ട് കാണാൻ പറ്റും. ആശ്രമത്തില് സൂര്യൻ ഉദിക്കുന്ന ഓരോ മാസങ്ങൾ നിങ്ങൾ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഒരു സൈഡിലോട്ട് സൂര്യദേവൻ മാറുന്നതായിട്ട് കാണാൻ പറ്റും, എന്നിട്ട് വീണ്ടും ഇങ്ങനെ മാറുന്നതായിട്ട് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും നിങ്ങൾക്ക്. അതായത് നമ്മൾ പൊതുവെ പറയാറില്ലേ, എന്തോ കിഴക്കെന്ന് പറയുന്ന കിഴക്കാണ് സൂര്യൻ ഉദിക്കുന്നത്. അല്ല, സൂര്യൻ ഉദിക്കുന്നത് കിഴക്കാണ് അല്ലേ? കിഴക്കല്ല സൂര്യദേവൻ ഉദിക്കുന്നത്, സൂര്യദേവൻ ഉദിക്കുന്ന സ്ഥലമാണ് കിഴക്ക്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. കാരണം എന്താ, സൂര്യദേവന്റെ ആ ഒരു ഡയറക്ഷൻ നമുക്ക് മാറുന്നതായിട്ട് കാണാൻ പറ്റും. മനസ്സിലായി? ഇങ്ങനെ മാറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് ചുറ്റും ബിൽഡിങ്സോ അതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ എന്നാലും നമ്മൾ എന്താ സൂര്യൻ അങ്ങോട്ട് ചിലപ്പോൾ നമ്മുടെ ഭൂമിയുടെ കറക്കം അനുസരിച്ചാണ് നമ്മൾ വിചാരിക്കുന്നത്. ആക്ച്വലി ഭൂമി കറങ്ങുന്നില്ല. അന്നേരം വാസ്തവികമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സൂര്യദേവന്റെ ഇതിനനുസരിച്ചാണ്, ആ രഥത്തിന്റെ ഓട്ടം അനുസരിച്ചാണ് നമുക്ക് എല്ലാം പകലും രാത്രിയും അനുഭവപ്പെടുന്നു. ക്ലിയർ ആയില്ലേ അല്ലേ? ഓക്കെ, ഇനി വേറൊന്നുമില്ലല്ലോ. എല്ലാവർക്കും ഇന്നത്തെ സത്സംഗം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഭീഷ്മപിതാമഹൻ വളരെ ഭീഷ്മപിതാമഹൻ യുധിഷ്ഠിര മഹാരാജനോട് പറയുകയാണ്, യുധിഷ്ഠിരന്റെ വിഷമം എന്താണ്? ഞാൻ കാരണം ഇത്രയും പേര് മരിച്ചല്ലോ, ഇത്രയും പേര് ദുഃഖം അനുഭവിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ വിചാരിക്കുകയാണ്. പക്ഷെ അതേ സമയത്ത് ഭീഷ്മപിതാമഹൻ പറയുകയാണ്, അങ്ങ് അനുഭവിച്ച, ഞാൻ ഇവിടെ പറയും സൂര്യൻ മാറി മാറി വരുന്നത് കണ്ടോ എന്ന്. എന്തുകൊണ്ടായിരിക്കും ഉത്തരായണം കാത്തിരിക്കുന്നത്? കാരണം ദക്ഷിണായന സമയത്ത് മരിക്കുമ്പോൾ അത് അശുഭകരമാണ്. ഉത്തരായണമാണ് ഏറ്റവും ഉത്തമം. കാരണം നമ്മുടെ ജീവിതത്തിൽ ഗ്രഹവ്യൂഹങ്ങൾക്ക് ഒരു സ്ഥാനമുണ്ട്. ഗ്രഹവ്യൂഹങ്ങൾ നമ്മുടെ വിധിയെ നിശ്ചയിക്കും നമ്മുടെ ജീവിതത്തിൽ. കാരണം നമ്മൾ സമയം വളരെ മോശമായിട്ട് വരുമ്പോൾ നമ്മൾ നോക്കാറില്ലേ, സമയം നോക്കാറുണ്ട്. സമയം നോക്കുമ്പോൾ പറയുമ്പോൾ സമയം വളരെ മോശമാണ്. പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, അനുഭവത്തിലൂടെ ഉണ്ട്. അന്നേരം ഈ ഗ്രഹവ്യൂഹങ്ങളുടെ പൊസിഷൻ അനുസരിച്ച് അത് നമ്മുടെ ജീവിതത്തിൽ ശുഭമോ അശുഭമായിട്ടുള്ള ഫലങ്ങളെ നൽകും. അന്നേരം സൂര്യദേവന്റെ ഉത്തരായണം പൊതുവെ എല്ലാവർക്കും ശുഭകരമാണ്. ദക്ഷിണായനം അത്ര ശുഭകരമല്ല. ആ സമയത്താണ് കൂടുതൽ പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാകുന്നത്. ആ ചാതുർമാസ്യ സമയത്ത്. അതുകൊണ്ടാണ് ഋഷിമാരെല്ലാം ഒരിടത്തിരുന്ന് തന്നെ ജപിക്കുന്നത്, നാമജപിക്കും. പക്ഷെ അതിന്റെ ആവശ്യമുണ്ട്. പകലുണ്ടെങ്കിൽ രാത്രി വേണം, രാത്രി ഉണ്ടെങ്കിൽ പകൽ വേണം. അത് ഈ ജീവിതത്തിന്റെ, ഈ പ്രപഞ്ചത്തിന്റെ നിയമമാണ്. എന്നാൽ ആ ദക്ഷിണായന സമയം പൊതുവെ ശുഭകരമല്ല. പ്രത്യേകിച്ച് യോഗികൾ ആ ഒരു സമയം ഒരിക്കലും ശരീരം ഉപയോഗിക്കാൻ പാടില്ല. ഭക്തരെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷയമല്ല. പക്ഷേ പ്രഭുപാജി പോയത് തന്നെ ഏകദേശം ദക്ഷിണായന സമയത്ത് തന്നെയാണ്. പക്ഷെ അത് പരമാചാര്യനല്ലേ, എത്രയോ ആചാര്യന്മാർ ആ സമയത്ത് തന്നെ പോയിരിക്കുന്നു. അതുകൊണ്ട് ഭഗവാൻ ഭഗവത്ഗീത പറയുന്നുണ്ട്, ഭക്തർക്ക് സമയം കാലം ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അന്നേരം ഭീഷ്മ പിതാമഹനും ഭഗവാന്റെ പരിശുദ്ധ ഭക്തനാണ്. പക്ഷെ എന്നാലും അദ്ദേഹം ഒരിക്കലും സ്വയം അങ്ങനെ ചിന്തിക്കുന്നില്ല. പിന്നെ അദ്ദേഹത്തിന് സ്വേച്ഛാ മൃത്യുണ്ട്, അദ്ദേഹത്തിന് തിരഞ്ഞെടുക്കാം. അതുകൊണ്ട് അദ്ദേഹം കാത്തിരുന്നു, അത്രേ ഉള്ളൂ. കാത്തു നിൽക്കേണ്ട ആവശ്യമില്ലായിരുന്നു, പക്ഷെ അദ്ദേഹം കാത്തു നിൽക്കുകയാണ്. പിന്നെ അദ്ദേഹത്തിന് സ്വന്തം ഇഷ്ടമാണ്, അതായത് പാണ്ഡവർ ജയിക്കുന്നതായിട്ട് കാണണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ പല കാരണങ്ങളാലാണ് ഭീഷ്മ പിതാമഹൻ ഉത്തരായണ കാലം കാത്തു നിന്നത്. കാരണം
ഇപ്പൊ രാവിലത്തെ സമയം നമ്മൾ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? ഇപ്പൊ സന്ധ്യാസമയം, ആ സമയത്ത് നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്യോ? ഭക്ഷണം കഴിക്കുകയോ ഉറങ്ങിക്കൊണ്ടിരിക്കുകയോ ഇല്ല. ആ സമയം ജപിക്കാനുള്ളതാണ്. കുളിച്ചൊരുങ്ങി വന്ന് വൃത്തിയായിട്ടുള്ള വസ്ത്രമൊക്കെ ധരിച്ച് ഭഗവാന്റെ മുമ്പിൽ ഇരുന്ന് ജപിക്കുക എന്നതാണ് നമ്മുടെ ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം, അല്ലേ? നമ്മൾ അത് ചെയ്യാതെ വേറെ എന്തെങ്കിലും ചെയ്താൽ ശരിയാകും. അതേപോലെ ഭീഷ്മപിതാവ് എന്ന് പറഞ്ഞാൽ ധർമ്മിഷ്ഠനാണ്, ഉത്തരവാദിത്തമുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് അദ്ദേഹം എല്ലാവർക്കും ഒരു മാതൃക കാണിക്കാനായിട്ട് ഉത്തരായണം കാത്തിരിക്കുകയാണ്. വളരെ നല്ല 2 ചോദ്യങ്ങളായിരുന്നു. അന്നേരം യുധിഷ്ഠിര മഹാരാജ് വീണ്ടും വീണ്ടും ഇങ്ങനെ ദുഃഖം പ്രകടിപ്പിക്കുകയാണ്. അപ്പോൾ പിതാമഹൻ പറയുകയാണ്, യുധിഷ്ഠിര, നീ അനുഭവിച്ച ദുഃഖങ്ങളെക്കുറിച്ച് നീ ആലോചിക്കുന്നുണ്ടോ? നിന്റെ ജീവിതത്തിൽ ഇത് എങ്ങനെ വന്നു എന്ന് ഞാൻ കുറെ കാലമായിട്ട് ചിന്തിച്ചു. നീ ഇത്രയും ധർമ്മിഷ്ഠനാണ്, നീ ഒരിക്കലും ഇത് അർഹിക്കുന്നില്ല. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു വ്യക്തി ധർമ്മിഷ്ഠനാകണമെങ്കിൽ അതും പൂർവ്വജന്മ സുഹൃതമാണ്. പൂർവ്വജന്മ സുഹൃതം കൊണ്ട് നിങ്ങൾ ധർമ്മിഷ്ഠരാണ്, അത് നിങ്ങളുടെ സ്വഭാവമാണ്, ക്യാരക്ടറാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും ദുഃഖം അനുഭവിക്കേണ്ടി വരത്തില്ലല്ലോ. നമ്മളെങ്ങനെ എപ്പോഴും എന്താ ചിന്തിക്കുന്നത്? അയ്യോ, ഞാൻ ഇത്രയും നല്ല വ്യക്തിയായിട്ട് എന്റെ ജീവിതത്തിൽ എന്താ ഇങ്ങനെ? പാണ്ഡവർ അങ്ങനെയല്ല ചിന്തിക്കുന്നത്. പാണ്ഡവർ എന്താ ചിന്തിക്കുന്നത്? അയ്യോ, ഞാൻ കാരണം ഇത് സംഭവം. അതാണ് നമ്മളും അവരുമായിട്ടുള്ള വ്യത്യാസം. പാണ്ഡവരുടെ കാര്യത്തിൽ മറ്റുള്ളവരാണ് ചിന്തിക്കുന്നത്. ഇവർ ഇതൊരിക്കലും അർഹിക്കുന്നതല്ലല്ലോ. മനസ്സിലാവുന്നുണ്ടോ? അന്നേരം യുധിഷ്ഠിരൻ അങ്ങനെ പറഞ്ഞപ്പോ ഭീഷ്മപിതാമഹൻ പറയുക, അങ്ങ് ഇത്രയും ധർമ്മിഷ്ഠനാണ്, ഇത്രയും നല്ല സഹോദരന്മാർ അങ്ങേക്കൊണ്ട്, സാക്ഷാൽ പതിവ്രതയായ ദ്രൗപദി ദേവി യാജ്ഞസേനി ആ ഹോമാഗ്നിയിൽ നിന്ന് ഉദ്ഭവിച്ചോളൂ, ഇത്രയും പരിശുദ്ധയാണ്. സാക്ഷാൽ ദ്രൗപദിയാണ് അങ്ങയുടെ ഭാര്യ. പിന്നെ കുന്തിപുത്രനാണ് നിങ്ങളെല്ലാവരും, കുന്തിപുത്രന്മാരാണ്, പാണ്ഡുപുത്രന്മാരാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിച്ചു എന്ന് ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. പക്ഷെ ഇതെല്ലാം ചിന്തിച്ചതിന് ശേഷം എനിക്ക് ഒരു കാര്യമേ മനസ്സിലാവുന്നുള്ളൂ, ഇതിനെല്ലാം കാരണക്കാരൻ എന്താ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ആളാണ്. ഇതിൽ നമ്മൾ എന്താ പഠിക്കേണ്ടത്? അതായത് ദുര്യോധനൻ ചെയ്ത തെറ്റും കാരണക്കാരൻ ഭഗവാനാണ് ആണോ? അല്ല. നമ്മുടെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചിട്ടും നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം നടക്കുകയാണെങ്കിൽ അത് ഭഗവത് നിശ്ചയമാണ്. ഭഗവത് നിശ്ചയമാണ് വിധിയായിട്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. നമ്മുടെ കഴിവിന്റെ പരമാവധി നമ്മൾ ശരി തന്നെ ചെയ്തിട്ടും നമുക്കൊരു തിക്ത അനുഭവം ഉണ്ടെങ്കിൽ അത് ഭഗവാന്റെ നിശ്ചയമാണ്. പക്ഷെ നമ്മൾ അതിനോടൊപ്പം തന്നെ നമ്മുടേതായിട്ടുള്ള അധർമ്മം ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ വിധിയാണോ? അല്ല, നമ്മുടെ തന്നെ തെറ്റാണ്. അതിന് കുറ്റക്കാരൻ നമ്മൾ തന്നെയാണ്. ആ ഒരു ധർമ്മമാണ് ഇവിടെ യുധിഷ്ഠിരനോട് ഭീഷ്മപിതാമഹൻ പഠിപ്പിക്കുന്നത്. അതായത് നിങ്ങളായിട്ട് യുദ്ധത്തിനൊന്നും പോയതല്ലല്ലോ. നിങ്ങൾക്ക് അർഹതപ്പെട്ട രാജ്യം അത് നിങ്ങളിൽ നിന്ന് തട്ടിയെടുത്തു. അതിന് നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങളുടെ കഴിവിന്റെ ഭാഗത്ത് മാക്സിമം എല്ലാം ചെയ്തു. എന്നിട്ടും ഇതെല്ലാം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരനാരാ? നമ്മുടെ നിൽക്കുന്ന നായകനാണ്. എന്നിട്ട് ഭീഷ്മപിതാമഹൻ ഭഗവാനെ നോക്കിയിട്ട് പറയും, ഭഗവാനെ, ഗോപികമാർ എത്ര ഭാഗ്യവതിമാരാണ്. അങ്ങേ ഇത്രയും സ്നേഹത്തോടു കൂടി ഇങ്ങനെ എറിഞ്ഞിട്ടിങ്ങനെ നോക്കാൻ പറ്റിയിട്ടുണ്ട് അല്ലേ? കാരണം ഭഗവാൻ പശുക്കളെ മേച്ചിങ്ങനെ നടക്കുന്ന സമയത്ത് ഗോപികമാര്, ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനാണെന്നുള്ള കാര്യം മാറ്റി വെച്ചു കഴിഞ്ഞാൽ ആള് നന്ദമഹാരാജന്റെ പുത്രനാണ്. എന്നിട്ട് ഗോപികമാരെല്ലാം വിവാഹം കഴിച്ച പെൺകുട്ടികളും, അന്നേരം വിവാഹപ്രായമായ പെൺകുട്ടികളും അതിലുണ്ട്. അങ്ങനെയുള്ള പെൺകുട്ടികൾ ഇങ്ങനെ ഒരു ആൺകുട്ടിയെ നോക്കാൻ പാടുണ്ടോ? അതുകൊണ്ട് അവർ നേരെ നോക്കത്തില്ല, അവരെപ്പോഴും ഇങ്ങനെ നോക്കും, സൈഡിൽ കൂടെ ഇങ്ങനെ നോക്കും. അന്നേരം ഉടനെ ഭഗവാൻ കൃഷ്ണൻ അതേപോലെ തന്നെ ഇങ്ങനെ നോക്കും സൈഡിൽ കൂടെ. അത് തന്നെയാണ് ഭീഷ്മപിതാമഹൻ പറയുന്നത്. അന്നേരം ഭീഷ്മപിതാമഹൻ പറയുക, ഗോപികമാർ എത്ര ഭാഗ്യവതികളാണ് അല്ലേ? അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഭഗവാനോടുള്ള ഭക്തി ഉള്ളിലാണ് വേണ്ടുന്നത്. പുറമേ നമ്മൾ ഭക്തി ആചരിക്കുന്നുണ്ടെങ്കിലും ഉള്ളിലുള്ള ഭക്തിയാണ് യഥാർത്ഥ ഭക്തി. അന്നേരം ഗോപികമാരുടെ ഭാഗ്യം അല്ലെങ്കിൽ നിർഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറമേ ഭഗവാനോടുള്ള പ്രേമം വ്യക്തമാക്കാൻ കഴിയില്ല. അതുകൊണ്ട് അവരുടെ ഉള്ളിലുള്ള ആ പ്രേമം അതിശക്തമായിട്ട് ആളിക്കത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അതാണ് ആ പ്രേമത്തിന്റെ മാധുര്യം. ഇത്രയും നമുക്ക് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. പൊതുവെ
നമ്മളെ ആരെങ്കിലും തടയുമ്പോഴാണ് നമ്മുടെ ഭക്തി കുറച്ചും കൂടെ സ്ട്രോങ് ആകുന്നത്. സത്യമല്ലേ? നമ്മുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ വരുമ്പോഴാണ് എന്നെ തടയുന്നു, ഞാൻ എന്തായാലും ഭഗവാനെ വിട്ടിട്ട് ഒരു പരിപാടിയില്ല. ഭക്തിയിൽ തടസ്സങ്ങൾ വരുമ്പോൾ നമുക്ക് ഭഗവാനുള്ള സ്നേഹം ഇനിയും വർദ്ധിക്കും. ഈ സിനിമകളിലൊക്കെ കാണുന്ന പോലെ നായകനും നായികയും ഒന്നിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ വില്ലന്മാർ വന്ന് തടയും. അന്നേരം എന്ത് പറ്റും? അവരുടെ സ്നേഹം കൂടുതൽ വർദ്ധിക്കുകയാണല്ലോ. അതേപോലെ നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ അത് ഭഗവാനായിട്ട് കൊണ്ടുവരുന്നതല്ല, നമ്മുടെ കർമ്മദോഷങ്ങളാണ്. നമ്മൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലമാണ് നമുക്ക് ഭക്തി പരിശീലിക്കാൻ ഡിഫിക്കൽട്ടി വരുന്നത്. പക്ഷെ ആ തടസ്സങ്ങളെയൊക്കെ ഒരു അനുഗ്രഹമാക്കി നമുക്ക് മാറ്റാൻ കഴിയും. എങ്ങനെ? നമ്മൾ ഭഗവാനുമായിട്ട് കൂടുതൽ അടുത്തുകൊണ്ട്. അതായത് അയ്യോ എനിക്ക് വരാൻ കഴിയില്ല, ഇതായി, ഒരാൾ മരിച്ചു, അതാണ് ഇതാണ് ഇതാണ് അതാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ മാറി നിൽക്കാതെ തടസ്സങ്ങൾ വരുമ്പോൾ നമ്മൾ കൂടുതൽ ഭഗവാനായിട്ട് അടുക്കണം. ഒരു കാരണവശാലും ഭഗവാന്റെ സേവനത്തെ മാറ്റിവെക്കരുത്. നമ്മൾ കൂടുതൽ കൂടുതൽ ഭഗവാനായിട്ട് അടുക്കാൻ ശ്രമിക്കണം. എന്നാൽ ഭീഷ്മ പിതാമഹൻ ഇവിടെ പറയുകയാണ്, എല്ലാത്തിനും കാരണം നമ്മുടെ ഈ ഭഗവാനാണ്. നീ നിന്റെ ഭാഗത്തുനിന്ന് യുധിഷ്ഠിര അങ്ങ് എല്ലാം ചെയ്തിട്ടും ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് കാരണക്കാരൻ ഭഗവാൻ തന്നെയാണ്. അതായത് നമ്മൾ നമ്മുടെ കഴിവിന്റെ പരമാവധി ശരി ചെയ്യുക, എന്നിട്ടും നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ അത് ഭഗവാന്റെ ഇഷ്ടമാണ്. ഓക്കെ, സന്തോഷത്തോടുകൂടി സ്വീകരിക്കുക. മനസ്സിലായില്ലേ? ക്ലിയർ അല്ലേ? അങ്ങനെ ഭീഷ്മസ്തുതിയിലൂടെ ഭീഷ്മ പിതാമഹൻ ഭഗവാന്റെ അതുല്യമായിട്ടുള്ള ഗുണങ്ങളെ വർണ്ണിക്കുകയാണ്. ഹൃദയാംഗതമായിട്ട് ഭഗവാനെ വീണ്ടും വീണ്ടും സ്തുതിക്കുകയാണ്. എന്നിട്ട് ഭീഷ്മ പിതാമഹൻ പറഞ്ഞു, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ആ ഗോപികമാരുടെ ഭാഗ്യം, ഗോപികമാരുടെ ആ ഭാഗ്യം, അതൊക്കെ പറഞ്ഞതിന് ശേഷം ഭീഷ്മ പിതാമഹൻ പറഞ്ഞു, ഭഗവാനെ അങ്ങയുടെ പ്രിയ കൂട്ടുകാരനെ രക്ഷിക്കാനായിട്ട് രഥത്തിൽ നിന്ന് എടുത്തു ചാടി ഒരു ഓട്ടം ഓടി എനിക്കെതിരെ, അല്ലേ, ഒരു സിംഹം ആനയെ വേട്ടയാടുന്ന പോലെ എനിക്കെതിരെ അങ്ങ് ഓടി വരികയായിരുന്നു. അങ്ങയുടെ ശിരസിലുള്ള ആ സുന്ദര കിരീടവും മയിൽപ്പീലിയൊക്കെ പോയി, അങ്ങയുടെ ദേഹത്തുള്ള മേൽവസ്ത്രം പോയി, എന്നിട്ടും അതൊക്കെ മറന്നിട്ട് അങ്ങ് ഓടി വരികയാണ്, സിംഹം ഗർജിച്ച് ഓടി വരുന്നത് പോലെ. എന്നിട്ട് അവിടെ ഒരു രഥത്തിൽ നിന്നും തട്ടി മാറി വീണ ഒരു ചക്രം എടുത്തുകൊണ്ട് എനിക്ക് നേരെ ഓടി വരികയാണ്. ആ സമയത്ത് അങ്ങയുടെ ദേഹത്തെല്ലാം പൊടി വരണ്ട് കിടക്കുകയാണ്, അങ്ങയുടെ മുടിയെല്ലാം പറക്കുകയാണ് കാറ്റിൽ. അർജുൻ അങ്ങയുടെ കാലിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്. അതൊന്നും ചിന്തിക്കാതെ അങ്ങ് ഓടി വരികയാണ്. അങ്ങയുടെ ഭക്തനെ, അങ്ങയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ രക്ഷിക്കാനായിട്ട് അങ്ങ് ഓടി വരുന്നു. ഭീഷ്മ പിതാമഹൻ പറയുന്നു, ഇന്നും ഞാൻ ആ കാഴ്ച കാണുമ്പോൾ എനിക്ക് രോമാഞ്ചം വരുന്നു, സന്തോഷം വരുന്നു. അങ്ങയുടെ ഭക്തനെ രക്ഷിക്കാൻ അങ്ങ് ഏതറ്റം വരെയും പോകുമെന്ന് ഞാൻ അന്ന് മനസ്സിലാക്കി. കൃഷ്ണ പാർത്ഥസാരഥേ, എത്ര മനോഹരമാണ് അങ്ങയുടെ രൂപം, എത്ര മനോഹരമാണ് അങ്ങയുടെ ഭക്തവത്സല. ആ ഒരു ദൃശ്യം എന്നും എൻ്റെ ഹൃദയത്തിൽ ഉറച്ചു നിൽക്കണേ കൃഷ്ണ എന്ന് ഭീഷ്മ പിതാമഹൻ പറയുക. എന്നിട്ട് ഭഗവാനോട് പറയുകയാണ്, ഭഗവാനെ അങ്ങനെ എത്ര വലിയ കാരുണ്യമാണ്. ഞാൻ വലിയ ഭക്തനായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല കൃഷ്ണ, എനിക്ക് അങ്ങേ ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം തെറ്റ് ഞാനിപ്പോൾ ശർശയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ ശരീരം ഉപേക്ഷിക്കാൻ പോവുകയായിരുന്നു. അങ്ങേ ഈ നിമിഷത്തിൽ കാണാൻ കഴിയുമെന്ന് പോലും ഞാൻ വിചാരിച്ചില്ല. അതിനുള്ള യോഗ്യത പോലും എനിക്കില്ല. പക്ഷെ എന്നിട്ടും എന്നോട് പോലും അങ്ങ് ഇത്രയും ഒരു യോഗ്യതയില്ല ഇല്ലാത്ത എന്നോട് അങ്ങ് ഇത്രയും കാരുണ്യം എന്തിനു കാണിക്കുന്നു കൃഷ്ണ? ഞാൻ എൻ്റെ ഈ ശരീരം ഉപേക്ഷിക്കുന്ന സമയത്ത് അങ്ങ് അങ്ങയുടെ തിരക്കെല്ലാം മാറ്റിവെച്ച് എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണല്ലോ. കാരണം അങ്ങേക്കറിയാം ഞാൻ ഇത്രയും വേദന അനുഭവിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഞാൻ അങ്ങേ സ്മരിക്കാൻ മറന്നുപോയാലോ, അതിലൂടെ വീണ്ടും ഞാൻ ഈ ലോകത്തേക്ക് വരേണ്ടി വന്നാലോ എന്ന് വിഷമിച്ച് ഭയപ്പെട്ട് എന്നോട് കാരുണ്യം കാണിക്കാനായിട്ട് മാത്രം നീ ഇവിടെ വന്നിരിക്കുകയാണ്.
യുധിഷ്ഠിരനെ ആശ്വസിപ്പിക്കാൻ അങ്ങേക്ക് ഏത് രീതിയിലും പറ്റും. പക്ഷെ എന്നോട് കാരുണ്യം കാണിക്കാൻ വേണ്ടി മാത്രമാണ് അങ്ങ് ഇവിടെ വന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നെ എന്തിനാണ് കൃഷ്ണ ഇത്രയും സ്നേഹിക്കുന്നത്? ഞാൻ അങ്ങേക്ക് വേണ്ടി എന്ത് ചെയ്തു? ഞാൻ തിരികെ തന്നത് അസ്ത്രങ്ങൾ മാത്രമാണ് അങ്ങേക്ക്. അങ്ങേക്ക് വേണ്ടി ഞാൻ ഒരു സേവനങ്ങളും ചെയ്തിട്ടില്ല. ഞാൻ എന്നും കൗരവ പക്ഷത്ത് വേണ്ടി നിന്ന് യുദ്ധം ചെയ്തിട്ടേ ഉള്ളൂ. അങ്ങേക്ക് എതിരെ നിന്നിട്ടേ ഉള്ളൂ. ഞാൻ ഓരോ അസ്ത്രങ്ങളും അയച്ചത് അങ്ങയുടെ ദേഹത്തേക്ക്, അതെല്ലാം പുഷ്പങ്ങളെ പോലെയാണ് ഞാൻ അയച്ചിരുന്നുവെങ്കിലും ആ അസ്ത്രങ്ങളെല്ലാം തുളച്ച് അങ്ങയുടെ സുന്ദരമായിട്ടുള്ള ശരീരത്തിൽ നിന്നും രക്തം പ്രവഹിക്കുകയാണ്. ഞാൻ അങ്ങേക്ക് വേദന മാത്രമേ നൽകിയിട്ടുള്ളൂ. പിന്നെ ഭഗവാൻ എന്തു കൊടുത്താലും അത് തിരിച്ചു കിട്ടും. പാവം ഭീഷ്മൻ. അന്നേരം ഭഗവാൻ രഥത്തിലിരിക്കുമ്പോ അർജുനെക്കാട്ടിയും കൂടുതൽ ഭീഷ്മ പിതാമഹൻ അസ്ത്രം അയക്കുന്നത് കൃഷ്ണനെതിരെ. ഭഗവാനെ ഇങ്ങനെ കുത്തി നോപ്പിച്ചുകൊണ്ടേയിരിക്കും. അസ്ത്രം എടുക്കുക കൃഷ്ണ, എനിക്കെതിരെ യുദ്ധം ചെയ്യും. കാരണം ഭീഷ്മർക്ക് എങ്ങനെയെങ്കിലും ഭഗവാനുമായിട്ട് യുദ്ധം ചെയ്യണമെന്നുണ്ട്. അന്നേരം ഭീഷ്മ പിതാമഹൻ അർജുനെതിരെ അസ്ത്രം അയക്കുന്നതിന് വരെ എല്ലാം അറിയിക്കുന്നത് കൃഷ്ണനെതിരെ. അന്നേരം അതിനനുസരിച്ച് എന്താ പറയുക, അർജുന് ദേഷ്യം വരും. ഭഗവാന്റെ ദേഹത്ത് അസ്ത്രം കൊള്ളുമ്പോ അർജുന് കൂടുതൽ ദേഷ്യം. അത് ശരി, എന്റെ ഭഗവാനെതിരെ അസ്ത്രം അയക്കണോ? എന്നാ അപ്പൂപ്പനൊന്നും ഇല്ല, ഒന്നുമില്ല, ഇന്നാ പിടിച്ചു പറഞ്ഞിട്ട് ഭഗവാൻ എന്ത് കൊടുത്താലും തിരിച്ച് ഇരട്ടിക്ക് കിട്ടും. അങ്ങനെ ഭഗവാനായിട്ട് അസ്ത്രം അയച്ചപ്പോ ഭഗവാൻ എന്ത് ചെയ്ത്, മോനെ ഇതൊന്നും അല്ലടാ അസ്ത്രം, നിന്നെ കാണിച്ച് അസ്ത്രത്തിൽ കിടത്തി എന്നുള്ളത്. ഈ ഭഗവാന് എന്ത് കൊടുത്താലും അത് തിരിച്ചു കിട്ടും. അന്നേരം ഭീഷ്മ പിതാമഹൻ എപ്പോഴും ഭഗവാനെതിരെ അസ്ത്രം അയക്കും. ഭഗവാന്റെ ദേഹത്തുകൊണ്ട് അവിടെ മുറിഞ്ഞ് രക്തമൊക്കെ ഇങ്ങനെ ഒഴുകി വരും. അതിനനുസരിച്ച് അർജുനൻ ദേഷ്യം. അവസാനം ഭീഷ്മ പിതാവിനെ ശരശേഖരൻ, അതും ഭീഷ്മർക്ക് വലിയ ഇഷ്ടം. എന്നിട്ട് ഭീഷ്മര് പറഞ്ഞു, ഭഗവാനെ ഇത് അങ്ങ് യുധിഷ്ഠിരനോട് കാണിച്ച കാരുണ്യമല്ല, എന്നോട് കാണിച്ച കാരുണ്യം. ഞാൻ എങ്ങനെ നന്ദി പറയണം കൃഷ്ണ? എനിക്ക് അറിഞ്ഞൂടാ. എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഏത് ജന്മത്തിൽ ചെയ്ത പരമസൗഭാഗ്യമാണ്. അങ്ങ് കാരുണ്യപൂർവ്വം എൻ്റെ മുമ്പിൽ വന്നു. ആ സമയത്ത് ഭീഷ്മ പിതാമഹൻ ഉള്ളിൽ മൊത്തം ചിന്തകളും കൃഷ്ണനെക്കുറിച്ച് മാത്രമാക്കി. എല്ലാം ഉപേക്ഷിച്ചു. ഞാൻ ഭീഷ്മരാണ്, ഞാൻ പിതാമഹനാണ്, ഹസ്തിനപുരിയിലാണ് ഞാൻ ജനിച്ചത്, അതെല്ലാം മറന്നു ഭീഷ്മൻ ഒറ്റ നിമിഷം കൊണ്ട്. എല്ലാ ബന്ധുമിത്രാദികളെ ഒറ്റ നിമിഷം കൊണ്ട് ഉപേക്ഷിച്ച് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് സന്യാസം എടുത്തു. എന്നിട്ട് മൊത്തം ചിന്തകളും ആഗ്രഹങ്ങളും ബോധവും എല്ലാം കൃഷ്ണനിൽ തന്നെ നിറച്ചു. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ ആ ഒരു അവസ്ഥയിലേക്ക് എത്തി എന്തായിരിക്കും അല്ലേ? എല്ലാ ചിന്തകളും മൊത്തം കൃഷ്ണനിലേക്ക്. എന്നിട്ട് കൺമുന്നിൽ നിൽക്കുന്നതും ഭഗവാൻ കൃഷ്ണൻ മാത്രം. വേറൊന്നും ഭീഷ്മ പിതാമഹന് കാണാനോ കേൾക്കാനോ ചിന്തിക്കാനോ കഴിയുന്നില്ല. കൃഷ്ണൻ മാത്രം, കൃഷ്ണൻ മാത്രം, കൃഷ്ണൻ മാത്രം. ശ്രീകൃഷ്ണ ഭഗവാൻ മാത്രമേ ഭീഷ്മ പിതാമഹന് കാണാൻ കഴിയുന്നുള്ളൂ. വേറൊരു ചിന്തകളും വരുന്നില്ല. ആ ഒറ്റ നിമിഷം കൊണ്ട് ഭീഷ്മ പിതാമഹൻ പോയി, ശരീരം ഉപേക്ഷിച്ചു. ഇതാണ് പെർഫെക്ഷൻ. ഇതാണ് പെർഫെക്ഷൻ. മരിക്കുന്ന ആ നിമിഷം എല്ലാ ചിന്തകളെയും ആഗ്രഹങ്ങളെയും ഉപേക്ഷിച്ച് പരിപൂർണ കൃഷ്ണാവബോധത്തിൽ പൂർണ്ണമായിട്ടും കൃഷ്ണനെ കുറിച്ച് ബോധവാനായിട്ടിരിക്കുന്ന അവസ്ഥ, അതാണ് കൃഷ്ണ കോൺഷ്യസ്നസ്. അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സമിതി. ഇതിന്റെ അർത്ഥം എന്താ? കൃഷ്ണനെ കുറിച്ച് ബോധവാനായിട്ടിരിക്കുക. നമ്മൾ മറ്റു വസ്തുവകകളെക്കുറിച്ചും നമ്മൾ ശരീരത്തെക്കുറിച്ചും നമ്മുടെ ആഗ്രഹങ്ങളെക്കുറിച്ചും, അതാണ് നമ്മുടെ ബോധം. പക്ഷെ ഭീഷ്മ പിതാമഹൻ അത് നേടിയെടുത്തു എന്നുള്ളതാണ്. പൂർണ്ണമായിട്ടും കൃഷ്ണസ്മരണയിൽ, കൃഷ്ണനല്ലാതെ ഒരു ചിന്ത പോലും ഇല്ല, ഒരു നിമിഷം പോലും ഇല്ല. കണ്ടിന്യൂസ്ലി കൃഷ്ണനെ കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. പൂർണ്ണമായിട്ടും
കൃഷ്ണനെ കുറിച്ച് മാത്രം. വേറൊന്നും ഭീഷ്മ പിതാമഹന് കാണാൻ കഴിയുന്നില്ല, കാണാൻ താല്പര്യമില്ല. വേറൊന്നിനെയും കാണാൻ താല്പര്യമില്ല ഭീഷ്മ പിതാമഹന്. ഭഗവാനെ മാത്രം കാണാൻ, അതും ഭഗവാൻ നേരെ മുന്നിൽ നിൽക്കുകയാണ്. ആ ഒരു അവസ്ഥയിൽ ഭീഷ്മ പിതാമഹൻ ശരീരം ഉപേക്ഷിക്കും. എത്ര മഹാഭാഗ്യമാണ്. ഭീഷ്മ പിതാമഹ കീ ജയ്. എന്നാൽ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഭീഷ്മ പിതാമഹന് സത്യം പറഞ്ഞ കൗരവപക്ഷത്ത് നിൽക്കണമെന്നില്ല. പക്ഷെ ഭീഷ്മർക്ക് മനസ്സിലായി, ഭഗവാൻ ആഗ്രഹിച്ചു ഭീഷ്മർ കൗരവപക്ഷത്ത് നിൽക്കണം. എന്തുകൊണ്ട്? എല്ലാവർക്കും എന്നെന്നുമായിട്ടൊരു പാഠം പഠിപ്പിക്കാനായിട്ട്. എന്ത്? ഭഗവാനെതിരെയും ഭക്തർക്കെതിരെയും ആര് നിന്നാലും, അവർ എത്ര വലിയ ശക്തനാണെങ്കിലും ശരി, അവൻ വീണിരിക്കും എന്നുള്ള ഒരു മഹത് സന്ദേശം കൊടുക്കാൻ ഭീഷ്മരെ ഒരു നിമിത്തമായിട്ട് ഭഗവാൻ ഉപയോഗിച്ചു. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട, ഭീഷ്മ പിതാമഹന്റെ ജീവിതത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠം എല്ലാവരും ശ്രദ്ധിക്കുക. ഒരു വ്യക്തി ഭൗതികപരമായിട്ട് എത്രത്തോളം ശക്തനാണെങ്കിലും ആ വ്യക്തി ധർമ്മത്തിനെതിരെ നിൽക്കുകയാണ്, അധർമ്മത്തിന് കൂട്ടു നിൽക്കുകയാണെങ്കിൽ ആ വ്യക്തി വീണിരിക്കും എന്നുള്ളതാണ്. ഒരിക്കലും ശക്തി ധർമ്മത്തിന്റെ മുമ്പിൽ പിടിച്ചിരിക്കാൻ കഴിയില്ല. ധർമ്മമാണ് ഏറ്റവും വലിയ ശക്തി. ധർമ്മത്തെക്കാട്ടി ശക്തമായിട്ട് ഈ പ്രപഞ്ചത്തിൽ ഒന്നുമില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഒരിക്കലും അധർമ്മം ചെയ്യരുത്. താൽക്കാലിക വിജയം പ്രതീക്ഷിച്ച് നമ്മൾ ഒരിക്കലും അധർമ്മം ചെയ്യരുത്. ഏറ്റവും വലിയ വിജയം ധർമ്മമാണ്. ജയം എവിടെയുണ്ടോ അവിടെ ഭഗവാനുണ്ട്. തിരിച്ചു പറയുകയാണെങ്കിൽ, ഭഗവാൻ എവിടെയുണ്ടോ അവിടെയാണ് ജയം. എവിടെ ധർമ്മമുണ്ടോ അവിടെ ഭഗവാനുണ്ട്. എവിടെ ഭഗവാനുണ്ടോ ജയം ഉറപ്പാണ്. ജയം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമാധാനം, സന്തോഷം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അത് നമുക്ക് ലഭിക്കണമെങ്കിൽ ഭഗവാൻ നമ്മുടെ കൂട്ടത്തിലുണ്ടായിരിക്കണം. അല്ലാതെ താൽക്കാലിക ലാഭത്തിന് വേണ്ടി മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ തട്ടിപ്പറിച്ച് എന്തൊക്കെ എടുത്താലും അതൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് അധികം താമസിക്കാതെ പോകും. നമ്മളിൽ നിന്ന് ആർക്കും തട്ടിപ്പറിച്ചെടുക്കാൻ പറ്റാത്ത ഒരേ ഒരു കാര്യം സംതൃപ്തി, സമാധാനം, സന്തോഷമാണ്. അതാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം. അത് എപ്പോഴും ഭഗവാനിലൂടെ മാത്രമേ കിട്ടൂ. ഒരിക്കലും അധർമ്മം ചെയ്യരുത്. ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താ? 4 കാര്യങ്ങൾ. 4 കാര്യങ്ങൾ ഒരിക്കലും തെറ്റിക്കരുത്. സത്യസന്ധത, കാരുണ്യം, ദയ, തപസ്യ. സത്യസന്ധത, ദയ, കാരുണ്യം, തപസ്യ. അല്ലല്ലോ, പരിശുദ്ധി ഉണ്ടല്ലോ. സത്യസന്ധത, ദയ, പരിശുദ്ധി. ദയ, കാരുണ്യം സെയിമാണ്. സത്യസന്ധത, ദയ, പരിശുദ്ധി, തപസ്യ. ഇത് ധർമ്മത്തിന്റെ 4 സ്തംഭങ്ങളാണ്. ഇത് 4 നമ്മൾ ഒരിക്കലും തെറ്റിക്കരുത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സത്യസന്ധത, എപ്പോഴും സത്യം പറയുക, സത്യം പ്രവർത്തിക്കുക. ഒരിക്കലും അസത്യം പറയരുത് താൽക്കാലിക ലാഭത്തിന് വേണ്ടി. ദയ, എല്ലാ ജീവജാലങ്ങളോടും ദയ വേണം. പരിശുദ്ധി ഒരിക്കലും നഷ്ടപ്പെടരുത്. പരിശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ? ഉള്ളിലെ ചിന്തകൾ. അധർമ്മമായിട്ട് ഒന്നും ചിന്തിക്കാൻ പാടില്ല. തപസ്യ, ശരീര സുഖഭോഗങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാതെ നമ്മുടെ ജീവിതത്തെ ഒരു ത്യാഗപൂർണമാക്കി മാറ്റുക. ഇത് 4മാണ് ധർമ്മത്തിന്റെ സ്തംഭം. ഈ 4 ഗുണങ്ങളെ നശിപ്പിക്കുന്ന 4 തെറ്റുകളുണ്ട്. അതിൽ നമ്മൾ ഒരിക്കലും ചെയ്യരുത്. എന്താ? മത്സ്യമാംസാദികൾ കഴിക്കുന്നത്, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത്, അവിഹിത ബന്ധങ്ങൾ, ചൂത് കളിക്കുന്നത്. ചൂതെന്ന് ഉദ്ദേശിക്കുന്ന കാശിനോടുള്ള ആർത്തി കൊണ്ട് കാശ് കൂടുതൽ തട്ടിപ്പറിച്ചെടുക്കാനുള്ള അത്യാഗ്രഹം. ഇത് 4 നമ്മുടെ ജീവിതത്തെ വഴിതെറ്റിക്കും. ഇത് 4 നിന്നും മാറി നിൽക്കുക. പിന്നെ ഭഗവാനെ കൂടുതൽ ആശ്രയിക്കുക. ഭഗവാന്റെ തിരുനാമ ജപത്തിലൂടെ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. ഏറ്റവും കുറഞ്ഞത് ഒരു 16 പ്രാവശ്യം 108 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ആരൊക്കെയാണോ 16 പ്രാവശ്യം 108 ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നത്, അതായത് പഞ്ചതത്വ മന്ത്രം, അതായത് ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ,
ഈ സത്സംഗം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഈ പഞ്ചതത്വ മന്ത്രം കമൻസിൽ ടൈപ്പ് ചെയ്യൂ. ഈ ഒരു മന്ത്രം ഒറ്റ പ്രാവശ്യം ജപിക്കുക, ഓരോ 108 മന്ത്രം ജപിക്കുന്നതിന് മുമ്പേ. എന്നിട്ട് 108 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ, ഈ ഒരു മന്ത്രം 108 പ്രാവശ്യം ജപിക്കുക. ഈ ഹരേ കൃഷ്ണ മന്ത്രം നാട്ടിൽ പൊതുവെ ഹരേ രാമ എന്നാണ് നമ്മൾ കേൾക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ മന്ത്രം ജപിക്കുന്നത് ഹരേ കൃഷ്ണ എന്നാണ്. കാരണം കലിസന്ധന ഉപനിഷത്തിൽ യഥാർത്ഥത്തിൽ ഇത് ഹരേ കൃഷ്ണ എന്ന് തന്നെയാണ്. പക്ഷെ അത് പ്രിന്റിങ്ങിലുണ്ടായ മിസ്റ്റേക്ക് കാരണം അത് വീണ്ടും വീണ്ടും ഹരേ രാമ എന്ന് എല്ലായിടത്തും അച്ചടിച്ച് വരുന്നതാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ഒരു മന്ത്രം നമുക്ക് ലഭിക്കേണ്ട ബുക്കിലൂടെയല്ല, നെറ്റിലൂടെയല്ല. മന്ത്രം നമുക്ക് ലഭിക്കേണ്ട ഗുരുവിലൂടെയാണ്. എന്നാൽ ആ ഗുരു പരമ്പരയിലൂടെ ഈ മന്ത്രം ലഭിക്കുന്ന എപ്പോഴും ഹരേ കൃഷ്ണ എന്ന് തന്നെയാണ്. അതുകൊണ്ട് എല്ലാവരും ഹരേ കൃഷ്ണ എന്ന് തന്നെ ജപിക്കുക. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഇതൊരു പ്രാവശ്യം പറയുക. എന്നിട്ട് ഹരേ കൃഷ്ണ മന്ത്രം ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. ഇങ്ങനെ ഒരു 108 പ്രാവശ്യം ജപിക്കുക. ഏറ്റവും സൂപ്പറായിരിക്കും. ഇങ്ങനെ ഒരു 16 പ്രാവശ്യം ഇത് ഡെയിലി ജപിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പൂജാതി കർമ്മങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല, യജ്ഞഹോമാദികളുടെ ആവശ്യമില്ല. ഇത് നിത്യേന ഒരു 16 മാല ജപിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ ഒരു ഗ്രഹദോഷങ്ങളോ ഒരു നെഗറ്റീവ് എനർജീസിന് ആഭിചാരക്രിയകളോ ഒന്നും അവർക്കൊരു തടസ്സമല്ല. ഏറ്റവും മോശപ്പെട്ട സമയം പോലും അവർക്ക് അതിജീവിക്കാൻ കഴിയും ഈ മഹാമന്ത്രത്തിലൂടെ. ശനിദശയാണെങ്കിലും രാഹുദശയാണെങ്കിലും ഏത് ദോഷ സമയം അതിനെയൊക്കെ അവർക്ക് മരണത്തെ പോലും അതിജീവിക്കാൻ പറ്റും. ഏത് രോഗാവസ്ഥയെ അവർക്ക് മറികടക്കാൻ പറ്റും ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപത്തിലൂടെ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എല്ലാ ശത്രുദോഷവും മാറും, എല്ലാവിധ ഐശ്വര്യവും സമൃദ്ധിയും വരും. 16 പ്രാവശ്യം 108 ഹരേ കൃഷ്ണ മന്ത്രം ജപിച്ചാൽ മാത്രം മതി. എല്ലാവരും ജപിക്കുക. ജപിക്കുന്ന ഒരുപാട് ഭക്തരുണ്ട് നമ്മുടെ സത്സംഗത്തിൽ. ഇനിയും ഇതുവരെയും ജപം തുടങ്ങാത്ത വ്യക്തികൾ ഏറ്റവും കുറഞ്ഞത് ഒരു പ്രാവശ്യമെങ്കിലും ഈ 108 ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കുക. ആ ഓരോ 108 മുമ്പേ ഈ പഞ്ചതത്വ മന്ത്രവും ജപിക്കുക എന്ന എൻ്റെ താഴ്മയായിട്ടുള്ള അപേക്ഷയാണ്. അപ്പോൾ നമ്മൾ ധർമ്മിഷ്ഠരായി ഭഗവാന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ കാണും. പിന്നെ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളില്ല, അതിനെയൊക്കെ അതിജീവിക്കാൻ കഴിയും. നമ്മൾ ശാശ്വതമായിട്ടുള്ള ശാന്തിയും സമാധാനവും നേട്ടങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരും. ഓക്കെ, ഇതാണ് നമുക്ക് ഇന്നത്തെ സത്സംഗത്തിൽ നിന്നും പഠിക്കാൻ കഴിയുന്ന ഭീഷ്മപിതാമഹന്റെ ജീവിതത്തിൽ നിന്നും. നാളെ രാവിലെ 6 മണിക്ക് നമുക്ക് വീണ്ടും ശ്രീമദ് ഭാഗവതത്തിൽ കാണാം. ഇന്ന് വൈകുന്നേരം 6 മണിക്ക് മഹാഭാരതം ചർച്ച നമ്മൾ ഇവിടെ അവസാനിപ്പിച്ചോ അവിടെ നിന്ന് തുടങ്ങാം കേട്ടോ. ഇന്ന് വൈകിട്ട് 6 മണിക്ക് നമുക്ക് കാണാം. ഒരു പ്രഭുജി പറയുന്നു, പ്രഭുജി ധർമ്മത്തിന്റെ 4 സ്തംഭങ്ങൾ സത്യം ഒഴിച്ചിട്ടുള്ള കലിയുഗത്തിൽ നശിച്ചതല്ലേ? അതെ, സത്യം പോലും ഇപ്പൊ ഇല്ല പ്രഭു. സത്യം ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുക. കാരണം വാക്കുകൾ ആൾക്കാർ മാറ്റിക്കൊണ്ടിരിക്കുന്നില്ലേ. അന്നേരം കലിയുഗത്തിൽ ലോകത്ത് പൊതുവെ കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നമ്മുടെ ജീവിതത്തിൽ ഈ 4 പാലിച്ചേ പറ്റൂ. നമ്മളത് പാലിച്ചില്ല എങ്കിൽ നമ്മളും ഈ യുഗത്തിന്റെ ദോഷങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും. അതായത് ഒരു ക്ലാസ്സിൽ എല്ലാവരും പഠിക്കാത്ത കുട്ടികളാണെന്ന് പറഞ്ഞാൽ നമ്മളും പഠിക്കാതിരുന്നു കഴിഞ്ഞാൽ അവരെ പോലെ ആയിരിക്കും നമ്മുടെ ജീവിതം, അല്ലേ? ഒരു ജയിലിൽ പോയിട്ട് എല്ലാവരും കൂടുതൽ വലിയ ക്രിമിനൽസ് ആണെന്ന് പറഞ്ഞാൽ നമ്മളും കൂടുതൽ ക്രിമിനൽ ആക്ടിവിറ്റീസിലോട്ട് പോയി കഴിഞ്ഞാൽ തനി ഗുണ്ടയാവും നമ്മൾ. പക്ഷെ എന്തോ തെറ്റുപറ്റി നമ്മൾ ജയിലിലായി. ഇനി അതിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുക, ഇനിയെങ്കിലും നന്നാവും ശ്രമിക്കുക. അതേപോലെ കലിയുഗത്തിൽ സത്യം പോലും നേരെ ചൊവ്വെ ആരും പാലിക്കാറില്ല. പക്ഷെ എന്നാലും അത് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പാലിക്കുക എന്നത് നമ്മുടെ കർത്തവ്യമാണ്. ഓക്കെ, ഇതാണ് നമുക്ക് പഠിക്കാൻ കഴിയുക. ഇനി നമുക്ക് ഇന്ന് വൈകുന്നേരം 6 മണിക്ക് മഹാഭാരതത്തിൽ കാണാം. എല്ലാവരും ഈ പഞ്ചതത്വ മന്ത്രം ഒരു പ്രാവശ്യവും ഏറ്റവും കുറഞ്ഞത് 108 പ്രാവശ്യം ഹരേ കൃഷ്ണ മന്ത്രവും ജപിക്കുക കേട്ടോ. എൻ്റെ താഴ്മയായിട്ടുള്ള അപേക്ഷയാണ്. ഇതുവരെയും ജപിക്കാത്ത ഭക്തർ ഒരു 41 ദിവസമെങ്കിലും ജപിച്ച് നോക്കും. ജപിച്ചുകൊണ്ടിരിക്കുന്ന ഭക്തർ എങ്ങനെയെങ്കിലും 16 പ്രാവശ്യം 108 ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്ന അവസ്ഥയിലേക്ക് എത്തണം. അതിന് അധികം സമയം എടുക്കില്ല, 1.5 മണിക്കൂർ എടുക്കും. രാവിലെ ഒരു 8 മാല, വൈകുന്നേരത്ത് ഒരു 8 മാല ജപിക്കാമല്ലോ. വളരെ സിമ്പിൾ അല്ലേ? അതിന് മടി കാണിക്കരുത്. പൊതുവെ രോഗാവസ്ഥയിൽ മരുന്ന് കഴിക്കാൻ നമുക്ക് മടിയായിരിക്കും. പക്ഷെ ആ മരുന്ന് കഴിക്കുന്നതിലൂടെയാണ് നമ്മുടെ രോഗം മാറുന്നതെന്ന് നമ്മൾ മറന്നു പോരുന്നത്. പൊതുവെ വർക്കൗട്ട് ചെയ്യാൻ നമുക്ക് മടിയായിരിക്കും, എക്സസൈസ് ഒക്കെ ചെയ്യാൻ. പക്ഷെ എക്സസൈസ് ചെയ്യാൻ മടിക്കുന്നത് ശരിയല്ല, അത് നമ്മുടെ ശരീരത്തിന് നല്ലതല്ല, അല്ലേ? അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. ഈ ഹരേ കൃഷ്ണ മന്ത്രം നമ്മുടെ മരുന്നാണ്. നമ്മുടെ എല്ലാവിധ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം. അതൊന്ന് ജപിച്ച് നോക്കൂ. നമ്മൾ ജപിക്കാതെ
നമ്മൾ ആ മന്ത്രത്തെ വിശ്വസിക്കാതെ നമ്മൾ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ഓരോന്നും ചെയ്യുന്നതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റമില്ലാത്തത്. ഒരുപക്ഷെ നമ്മൾ പാരായണം ചെയ്യുന്നുണ്ടായിരിക്കാം, അമ്പലത്തിൽ പോയി ശയനപ്രദക്ഷിണം ചെയ്യുന്നുണ്ടായിരിക്കാം, വഴിപാട് ചെയ്യുന്നുണ്ടായിരിക്കാം, യജ്ഞ ഹോമാദികൾ ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷെ ജപിക്കുന്നില്ല എങ്കിൽ നമ്മൾ ആരായാലും ശരി, എത്ര വലിയ തന്ത്രി മന്ത്രവാദി ആണെങ്കിൽ പോലും നമ്മുടെ ജീവിതം വെറുതെയാണ്. നമുക്കൊരു പ്രയോജനം ഉണ്ടാകത്തില്ല. കാരണം കലിയുഗത്തിൽ പ്രത്യേകിച്ചും നാമജപമാണ് അടിസ്ഥാനം. അതുകൊണ്ട് ജപിച്ചില്ല എങ്കിൽ അത് എത്ര വലിയ കുലത്തിൽ ജനിച്ച വ്യക്തിയാണെങ്കിലും അതുകൊണ്ട് പ്രയോജനമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഹരേ കൃഷ്ണ മഹാന്തരം ജപിക്കുകയല്ലാതെ നമുക്ക് വേറൊരു രക്ഷയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് എങ്ങനെയെങ്കിലും 16 മാല ജപിച്ചേ പറ്റൂ. അത് നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളൊന്ന് ജപിച്ചു നോക്കൂ. ഇതുവരെയും ജപിക്കാത്ത ഭക്തര് ഒരു 108 പ്രാവശ്യം എല്ലാ ദിവസവും ജപിച്ചു നോക്കൂ. ഒരു മാല ജപിച്ചു നോക്കൂ എല്ലാ ദിവസവും. ഒരു 43 ദിവസം ജപിച്ചു നോക്കൂ. അതിനുശേഷം മെല്ലെ മെല്ലെ കൂട്ടി ഒരു മാല എന്നുള്ളത് 2 മാലയാക്കോ, 4 ആക്കോ, 8 ആക്കോ, 16 ആക്കോ. അത് മതി. 16 ഒരു 43 ദിവസം ജപിച്ചു നോക്കൂ. ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്, അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ. സത്യമാണ് പറയുന്നത്. ജപിക്കുന്ന എത്രയോ ഭക്തർ അടിയനോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ 21ാമത്തെ വയസ്സ് മുതൽ ജപിക്കുകയാണ്. ഇപ്പം 36 വയസ്സായി. അന്നേരം 15 വർഷത്തിലെ ജപത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഇതൊരു സന്യാസിക്ക് വേണ്ടിയുള്ള മന്ത്രമല്ല, എല്ലാവർക്കും വേണ്ടിയുള്ള മന്ത്രമാണ്. ഏത് ജാതിയിലുള്ള വ്യക്തി, അന്യമതക്കാരനാണെങ്കിൽ പോലും ജപിക്കാം. നിങ്ങൾ പുറമേ മതം ആചരിച്ചോളൂ, പക്ഷെ ഈ ജപം തുടരാലോ. ജപിക്കുമ്പോൾ ഒരുപാട് മാറ്റം നിങ്ങൾക്ക് ഉണ്ടാവും. അത് നിങ്ങൾ ജപിക്കുക. പിന്നെ എൻ്റെ അടുത്തൊരു അഭ്യർത്ഥന, എല്ലാവരും ഈ സത്സംഗം ലൈക്ക് ചെയ്യുക. ഇതേ സത്സംഗം തന്നെ യൂട്യൂബിലും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാവരും, ഓരോ ഭക്തരും ഇത് യൂട്യൂബിലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഈ സത്സംഗത്തിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ കമന്റ്സിലിടുക. 16 എന്താണ് കണക്ക് സ്വാമി? ആക്ച്വലി നമ്മൾ 24 മണിക്കൂറും ജപിക്കണമെന്നാണ്. എന്നിട്ട് 24 മണിക്കൂർ നമുക്ക് ജപിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും ഒരു ഏറ്റവും കുറഞ്ഞത് ഒരു 16, ഒരു 108 എന്ന് പറയുന്ന ഉത്തമ സംഖ്യയാണ്. അതേപോലെ 16 ഒരു ഉത്തമ സംഖ്യയാണ്. പിന്നെ ഒരു 50 വർഷം 16 മാല ജപിക്കുമ്പോൾ ഏകദേശം ഒരു മനുഷ്യന്റെ ആയുസ് 100 വർഷമാണ്. അന്നേരം ആ 100 വർഷത്തിലെ പകുതി നമ്മൾ കളയുകയാണ്, ഉറങ്ങിയും അലസതയിലും തീർക്കുകയാണ്. കാരണം യഥാർത്ഥത്തിൽ നമ്മൾ ആക്റ്റീവായിട്ടുള്ളത് 12 മണിക്കൂറാണ്, ബാക്കി 12 മണിക്കൂറും വേസ്റ്റാണ്. അന്നേരം ഒരു പകുതി 50 വർഷത്തിന്റെ കണക്കാണ്. ഒരു 50 വർഷം 16 മാല ജപിക്കുകയാണെങ്കിൽ ഒരു 3 കോടി തയ്ക്കാൻ കഴിയും. അതാണ് 16 എന്ന് ഉദ്ദേശിക്കുന്നത്. ഏകദേശം നമ്മുടെ പകുതിയുടെ പകുതിയും കഴിഞ്ഞിരിക്കുകയാണ്, പകുതിക്ക് മേൽ കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷെ എന്നാലും പറ്റുന്നിടത്തോളം ജപിക്കുക. 16 എങ്കിലും ജപിക്കുക. അതിൽ നിന്ന് താഴ്ന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ആ മാറ്റം നമുക്ക് അറിയാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മൾ അത്രത്തോളം ഭൗതികതയിൽ മുങ്ങിക്കിടക്കുകയല്ലേ. അതുകൊണ്ട് അതിൽ നിന്ന് പുറത്തു വരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഏറ്റവും കുറഞ്ഞത് 16 എങ്കിലും. ആ 16 എത്രത്തോളം കൂട്ടുന്നു അത്രത്തോളം നല്ലതാണ്. പ്രത്യേകിച്ച് നമ്മൾ പ്രായം കൂടുന്നതിനനുസരിച്ച് ഭഗവാന്റെ കാരുണ്യം എന്ന് പറയാം. നമ്മൾ ശരീരം കൊണ്ട് അധികം ബുദ്ധിമുട്ടേണ്ടതായിട്ടുള്ള സാഹചര്യം ഇല്ല. എന്തുപോലെ ഞാൻ എടുത്തു വെച്ചോളൂ. അപ്പോൾ 16 എന്ന് പറയുന്നത് നമുക്ക് വേണ്ടിയാണ് നമ്മൾ മനസ്സിലാക്കുക. ക്ലിയർ അല്ലേ? ഓക്കെ, ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്. അന്നേരം എല്ലാവരും ജപിക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാക്സിമം ഷെയർ ചെയ്യുക, മാക്സിമം കമന്റ്സിൽ ഇടുക, ലൈക്ക് ചെയ്യുക. കാരണം ഇതിലൂടെ എന്താ, നമ്മുടെ പേജിന്റെ പോപ്പുലാരിറ്റി കൂട്ടാൻ വേണ്ടിയല്ല പറയുന്നത്, ഈ ഒരു സത്സംഗം എല്ലാവരിലേക്ക് എത്താൻ വേണ്ടിയാണ്. അതിലൂടെ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം സംഭവിച്ചു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാരണം ഫേസ്ബുക്കിൽ എത്ര ഫോളോവേഴ്സ് ഉണ്ട്, ലൈക്സ് ചെയ്യുന്നു, അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. കാരണം എൻ്റെ പുറകിൽ ആരും കാണുന്നില്ല ഇപ്പം. അതുകൊണ്ട് നിങ്ങൾ ഫോളോ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണെന്ന് മനസ്സിലാക്കുക, അല്ലേ? ആര് ഫേസ്ബുക്കിൽ എത്ര ഫോളോവേഴ്സ് ഉണ്ടെങ്കിലും നമ്മൾ എപ്പോഴും ഒറ്റയ്ക്കായിരിക്കും എന്ന് നമ്മളെല്ലാവരും ഓർക്കുക, അല്ലേ? അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം, നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കൊരു പരിഹാരം. അത് മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അതുകൊണ്ട് മാക്സിമം ഭക്തരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കമന്റ്സിൽ നിങ്ങൾ പഠിച്ച ഇന്നത്തെ സത്സംഗത്തിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ അതിൽ ദയവ് ചെയ്ത് ടൈപ്പ് ചെയ്യുക. കുറച്ച് ഭക്തർ ടൈപ്പ് ചെയ്യുന്നുണ്ട്, കുറച്ച് ഭക്തർ ഇപ്പോഴും മടി കാണിക്കരുത്. കാരണം അങ്ങനെ ടൈപ്പ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് അത് ഓർത്തു വെക്കാൻ കഴിയും. കാരണം നമ്മൾ ഇത് കേട്ടിരിക്കുന്നതല്ലാതെ അതൊരിക്കലും അത് റീകളക്ട് ചെയ്യാൻ ശ്രമിച്ചില്ലെങ്കിൽ അത് ഒരിക്കലും നമുക്ക് ഓർത്തു വെക്കാൻ കഴിയില്ല. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കണം. എല്ലാവരും നിങ്ങൾ ടൈപ്പ് ചെയ്യണം.
അതിലൂടെ നിങ്ങൾക്ക് അത് ഓർത്തു വയ്ക്കാൻ കഴിയും. പിന്നെ ഒരു പക്ഷേ ഈ സത്സംഗം കേട്ടിട്ട് അവരിങ്ങനെ എന്താ കമന്റ്സിൽ ഇട്ടേന്ന് നോക്കാന്ന് പറഞ്ഞിട്ട് അത് നിങ്ങളുടെ കമന്റ്സ് വായിച്ചിട്ടായിരിക്കാം ഒരു പക്ഷേ ആ വ്യക്തിക്ക് എന്തെങ്കിലും ഒരു ആധ്യാത്മികതയിൽ തുടക്കം കിട്ടുന്നത്. അതിന്റെ അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് ഏറ്റവും നല്ലൊരു മാർഗമാണിത്. പിന്നെ നിങ്ങൾ ചുറ്റുപാടിലും കാണുന്ന വ്യക്തികളോടും ഈ സത്സംഗത്തിനെ കുറിച്ച് പറയാം, അവരോടും സത്സംഗം കാണാൻ പറയുക, ലിങ്ക് അയച്ചു കൊടുക്കുക. ഇത് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ധർമ്മമാണ്. ഭഗവാന് ഇഷ്ടമുള്ള കാര്യമാണ്. ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താ? ഭഗവാനെ കുറിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനാണ്, അല്ലേ? അതുകൊണ്ട് ഭഗവാന്റെ അനുഗ്രഹം കിട്ടാനുള്ള ഏറ്റവും ഉത്തമ മാർഗമാണ്. ഇന്ന് വൈകുന്നേരത്ത് നമുക്ക് 6 മണിക്ക് കാണാം. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒരേപോലെ നിങ്ങൾ ഫേസ്ബുക്കിൽ സത്സംഗം ലൈവ് കണ്ടാൽ പോലും വീണ്ടും യൂട്യൂബിൽ പോയി അറ്റ്ലീസ്റ്റ് ആ ലൈക്കും കമന്റും ചെയ്യുക. കുറച്ചു നേരമെങ്കിലും അതിലെ ഓടിച്ചെങ്കിലും അതൊന്ന് നോക്കുക. അതിലൂടെ എന്ത് പറ്റും? കുറച്ചും കൂടെ വ്യൂസ് കൂടുന്നതിലൂടെ കൂടുതൽ പേരിലേക്ക് ഈ സന്ദേശം എത്താനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ. ഹരേ കൃഷ്ണ. അതുകൊണ്ട് ഞാൻ താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ്, കൂടുതൽ പേരിലേക്ക് ഈ സന്ദേശം എത്തിക്കാൻ അടിയനെ സഹായിക്കുക. അത് നിങ്ങൾ ചെയ്യുന്ന വലിയൊരു ഉപകാരമായിരിക്കും പുറത്തുള്ള ഭൗതികതയിൽ മുങ്ങി ജീവിക്കുന്ന വ്യക്തികളോട് കേട്ടോ. ഹരേ കൃഷ്ണ. ഇനി നമുക്ക് ഇന്ന് വൈകിട്ട് മഹാഭാരതത്തിൽ കാണാം. ഞാനും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് മഹാഭാരത ചർച്ചയ്ക്കായിട്ട്. ഹരേ കൃഷ്ണ.